പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പകൽക്കാലം കൂടെ കാണുവാനും അങ്ങ് സ്തുതിപ്പാനും അങ്ങയുടെ ബെൻസിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നപ്പ. ഞങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ മാറുന്ന ആ നല്ല നാളിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കണം, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord. Hallelujah. Amen. We are enjoying the presence of our Lord and Savior Jesus Christ. Amen. Hallelujah. We are experiencing the presence of the Holy Spirit here. We believe that God is ministering to His people. Amen. If you come with a prepared heart, God will minister to your needs. നിങ്ങൾ ഇന്ന് രാവിലെ എപ്പോഴാണ് ദൈവത്തെ ആദ്യമായി സ്തുതിച്ചതെന്ന്? When is the first time when you praised God this morning? Some of you can say, as I came here on my drive here, that's when I started praising God. ചിലര് പറയും, ഞാൻ ആരാധനയ്ക്ക് കടന്നു വന്നപ്പോഴേ ആ വഴിയിൽ മധ്യയാണ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്. Some of you will say, right before the service started, we had a pre-service prayer. At that time is when I started praising God. ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന സമയത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയത്. Some of you can say, I was so busy praising the Lord, that's why I was late to the service today. ഞാൻ ദൈവത്തെ നമ്മളിൽ ചിലർ പറയും, ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു, അതുകൊണ്ട് സമയം അറിഞ്ഞില്ല, അതുകൊണ്ടാണ് താമസിച്ചു വന്നത്. Our service starts at 10 o'clock. Please be on time. നമ്മുടെ ആരാധന 10 മണിക്കാണല്ലോ ആരംഭിക്കുന്നത്, അതുകൊണ്ട് കഴിയുന്നതും നാം എല്ലാവരും നിശ്ചയമായും 10 മണിക്ക് തന്നെ കടന്നു വരണം. Some of you can say, like when the Malayalam worship started, that's when I started praising the Lord. ചിലർ പറയും, മലയാളം ആരാധന തുടങ്ങിയപ്പോഴാണ് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത്, സ്തുതിക്കാൻ തുടങ്ങിയത്. Some of you are going to say, like when we start the service for the Lord's table, that's when I'm going to praise the Lord. ചിലർ പറയും, കർത്തൃമേശ ആരംഭിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്. Some of you will sadly say, as I'm going to leave the church service, while the benediction is going on, I'm going to praise the Lord. ദുഃഖകരമായി ചിലരെ പറയും, ഞാൻ ഇവിടുന്ന് കടന്നു പോകാൻ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബെനഡിക്ഷൻ പറയുമ്പോഴായിരിക്കും ഇത് സ്തുതിക്കാൻ പോകുന്നത്. Church, I want you to come to the sanctuary with a prepared heart. സഭയെ നാം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഹൃദയ ഒരുക്കത്തോടുകൂടെ വേണം ആരാധനയ്ക്കായി കടന്നു വരുവാൻ. The moment you wake up this morning, I believe you have praised the Lord. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് രാവിലെ സമയം നാം എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ ജീവന്റെ ഉടയവനായ ദൈവത്തെ നാം സ്തുതിച്ചു എന്നുള്ളതാണ്. I believe that, and I just want to inform you, I want to educate you, I just want to encourage you. When you wake up in the morning, the first thing you do is lift up your hands to heaven and praise the Lord. ആമേൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ, നിങ്ങളോട് നിർദ്ദേശിക്കുവാൻ, നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ പറയുന്നത്, നമ്മുടെ കിടക്കയിൽ നാം എഴുന്നേറ്റിരുന്ന് ആ സമയം തന്നെ നാം ദൈവത്തെ സ്തുതിക്കണം. So many people did not wake up this morning. അനേകരും കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ പോയവർ ഇന്ന് രാവിലെ ഉണർന്നില്ല. So many people woke up, but they did not wake up in the best of health. ആമേൻ. അനേകർ ഉണർന്നെങ്കിലും അവരുടെ ആരോഗ്യം വളരെ ക്ഷയിച്ച അവസ്ഥയിലാണ്. It just takes a few seconds to have a stroke. ആമേൻ. ഒരു സ്ട്രോക്ക് വരുവാൻ നിമിഷങ്ങൾ മാത്രം മതി. It just takes a few seconds to be paralyzed. തളർന്നു പോകുവാൻ ചില നിമിഷങ്ങൾ മാത്രം മതി. But thank God that He has taken care of us. ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ കാത്തു We സൂക്ഷിച്ചു. were able to drive, we were able to be here, we were able to praise the Lord, hallelujah, in the best of our health. ആമേൻ. നമ്മുടെ ആരോഗ്യത്തിന്റെ അനുസരിച്ച് ഇന്ന് രാവിലെ സമയം ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. Thank the Lord because He gave us one more day in our life to praise Him. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. As I said this morning, hallelujah, God is worthy to be praised. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു I will മാത്രം. call upon the Lord because He is worthy to be praised. അവൻ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നതുകൊണ്ട് അവന്റെ നാമം ഞാൻ
ഉറക്കെ വിളിച്ചപേക്ഷിക്കും. He has given me another day. He has given me complete strength. Hallelujah. He has given me a voice. He has given me the opportunity to gather here in freedom. He is worthy to receive all the praise. ഈ രാവിലെ സമയം കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ആരോഗ്യം, ആ ശബ്ദം, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ നാം ആരാധിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. When you wake up in the morning, praise the Lord. നാം എഴുന്നേൽക്കുമ്പോൾ, ഉണരുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. Doing your morning activities, praise the Lord. നമ്മുടെ ദിനചര്യ, രാവിലെയുള്ള ദിനചര്യകളിലൊക്കെ ദൈവത്തെ സ്തുതിക്കണം. When you're driving a vehicle here, praise the Lord. ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും നാം ദൈവത്തെ When you സ്തുതിച്ചുകൊണ്ടിരിക്കണം. step into this compound, keep praising the Lord. അവൻ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുമ്പോഴും ദൈവത്തെ When you walk സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. into the sanctuary, keep praising the Lord. ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കണം. When you're sitting here before the pre-service starts, keep praising the Lord. ആമേൻ. ആരാധന ആരംഭിക്കുന്നതിന് മുമ്പും ഈ ഇരിപ്പിടത്തിൽ നാം ആയിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം. When we start the pre-service prayer, keep praising the Lord. ആരാധനയ്ക്ക് മുമ്പുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പും നാം ദൈവത്തെ സ്തുതിക്കണം. As we do the opening prayer for the service, keep praising the Lord. നമ്മുടെ ആരാധനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന നാം ആരംഭിക്കുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കണം. Before the worship leader sings the first Malayalam song, keep praising the Lord. ആദ്യത്തെ മലയാളം ആരാധന ഗീതം പാടുന്നതിന് മുമ്പും അപ്പോഴും നാം ദൈവത്തെ സ്തുതിക്കണം. You must be able to enjoy the presence of the Lord before the pastor says the opening prayer. ആമേൻ. ആരാധനയ്ക്ക് ആമുഖമായ പ്രാർത്ഥന പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും അത് സന്തോഷിപ്പാനും നമുക്ക് കഴിയണം. Praise the Lord. I believe that you would make use of the time that God gives you. ആമേൻ. നമുക്ക് ദൈവം തരുന്ന സമയം നാം തക്കത്തിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ Let's turn വിശ്വസിക്കുന്നു. our Bibles to Luke, Gospel of Luke chapter 10. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. I really want to close this series this Sunday morning. ഈ പ്രസംഗ പരമ്പര ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Hallelujah. Let's turn our Bibles to the Gospel of Luke chapter 10. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. And I mentioned about the instructions that Jesus gave his disciples. യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് അറിയിച്ചുവല്ലോ. And there are 10 instructions that we have been covering for the past 5 weeks. കഴിഞ്ഞ 5 ആഴ്ചകളിൽ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത 10 നിർദ്ദേശങ്ങളെ കുറിച്ച് നാം ഇവിടെ And it's up ചിന്തിക്കുകയുണ്ടായി. there on the screen. It's there on the screen. അത് ഈ സ്ക്രീനിൽ നമുക്ക് കാണാം. Number 1, travel in pairs. ഒന്നാമത്തേത് രണ്ട് പേരായി കടന്നു പോകണം. Pray to the Lord of the harvest. Number 2, ആമേൻ. കൊയ്ത്തിന്റെ യജമാനനോട് നാം പ്രാർത്ഥിക്കണം. to raise up more workers. നാം വേലക്കാരെ എഴുന്നേൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. And so that we can go reap the harvest. Let us pray to the Lord of the harvest. കൊയ്ത്തിന്റെ യജമാനനോട് നാം പ്രാർത്ഥിക്കണം. That the Lord would raise up more workers. കൂടുതൽ വേലക്കാരെ That എഴുന്നേൽപ്പിക്കുവാൻ. He would send the workers into the field. ആമേൻ. വെളിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ. So that we can reap the great harvest. അതുകൊണ്ട് വളരെ കൊയ്ത്തിന്റെ ഫലം നമുക്ക് എടുക്കുവാൻ കഴിയും. Number 3, be vigilant and strong. ആമേൻ. നാം വളരെ സൂക്ഷ്മതയുള്ളവരും ശക്തിയുള്ളവരുമായിരിക്കണം. Number 4, travel very light, depending on the one who is sending you. ആമേൻ. നാം പോകുമ്പോൾ കാര്യമായ പാണ്ഡങ്ങളൊന്നും എടുക്കാൻ പാടില്ല. Number 5, don't greet anybody, don't engage in any vain conversations, don't stand to greet anybody on the road. വഴിയിൽ ആരെയും വന്ദനം ചെയ്യരുത്. ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളിൽ ഇടപെടരുത്. Enter homes and towns and evangelize. ആമേൻ. നാം പട്ടണങ്ങളിലും പട്ടണങ്ങളിലും ചെല്ലുമ്പോൾ സുവിശേഷം അറിയിക്കണം. Heal the sick. ആമേൻ. രോഗികളെ സൗഖ്യമാക്കണം. Proclaim that the kingdom of God is near. ആമേൻ. ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് നാം പ്രഖ്യാപിക്കണം. And not everybody is going to accept you or your message. ആമേൻ. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയോ നിങ്ങളുടെ സന്ദേശം അംഗീകരിക്കുകയോ ചെയ്യില്ല. And so expect rejection. അതുകൊണ്ട് നമ്മളെ നിരാകരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അത് പ്രതീക്ഷിക്കുക. But don't retreat, don't surrender from the mission. ആമേൻ. അതിന്റെ പേരിൽ നാം നമ്മുടെ ശുശ്രൂഷയെ അടിയറ വെച്ച് പോകരുത്. പിന്നോട്ട് പോകരുത്. Even if you are the only one there, അവിടെ നാം ഏകരാണെങ്കിലും complete the mission. ആമേൻ. നമ്മെ കർത്താവ് ഏൽപ്പിച്ച ആ ദൗത്യം നാം പൂർത്തീകരിക്കണം. Number 10, proclaim warnings of judgment. ആമേൻ. ന്യായവിധിയുടെ മുന്നറിയിപ്പുകളെ കുറിച്ച് അവരോട് പറയണം. If they reject you or the message, ആമേൻ. അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ, അവരുടെ നിങ്ങളുടെ സന്ദേശം അവർ നിരാകരിച്ചാൽ, declare that the king is going to come. പ്രഖ്യാപിക്കുക
രാജാവ് വരാൻ പോകുന്നു. And he will surely bring judgment because he is the great eternal judge. അവൻ നിത്യനായ ന്യായാധിപനാണ് നമ്മുടെ കർത്താവ്. അവൻ ന്യായം വിധിക്കാൻ വരാൻ പോകുന്നു എന്ന് പറയണം. Every man will have to give an account for every opportunity that God gave that person, hallelujah, to repent and to believe in the Son of God. അവൻ അനുദപിച്ച് വിശ്വസിക്കുവാൻ ഓരോരുത്തർക്കും കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ച് നാം കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. And so these instructions are not just to the 12 or the 70, it is for the church also. ഇത് ശിഷ്യന്മാർ 12 പേർക്കോ അല്ലെങ്കിൽ കർത്താവ് അയച്ച 70 പേർക്കോ മാത്രമല്ല, സഭയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. Many times we read the Bible, നാം ഈ വേദപുസ്തകം വായിക്കാറുണ്ട്. we believe it's for that person in that context. ആ ആളിനെ ഈ സന്ദർഭത്തിൽ നാം അത് ഈ സാഹചര്യത്തിൽ നാം അവരെ But do you know it's the Holy Spirit who inspired the authors to write this? അവൻ ഇത് എഴുതിയ ലൂക്കോസിനെ ഇതിനു വേണ്ടി പ്രചോദിതനാക്കിയത് പരിശുദ്ധാത്മാവാണ്. So many times we understand when you read the word of God, we feel as if God is speaking to us. അവൻ നാം ഇത് വായിക്കുമ്പോൾ അനേക സന്ദർഭങ്ങളിലും ദൈവം ഇത് നമ്മോട് സംസാരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. It is written for a purpose. അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. 2000 years later it still speaks to us. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വേദഭാഗം നാം പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മോട് സംസാരിക്കുകയാണ്. There are so many things pertaining to God's people, the holy church of God. അവൻ വിശുദ്ധ സഭയോട് അനുബന്ധിച്ചുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അനേക കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. So this is not just for the 70 disciples, this is also for us. 70 ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇത് നമുക്കും കൂടെ വേണ്ടിയുള്ളതാണ്. And so when you read this, I pray that you would meditate, and I pray that you would pray these scriptures over your life. ആമേൻ. നാം വായിക്കുമ്പോൾ ഈ വേദവചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം അങ്ങനെ തുടരേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മോട് അങ്ങനെ സംസാരിക്കും. Some of you are going to be going on a mission journey. ആമേൻ. നമ്മളിൽ ചിലര് ഒരു ദൗത്യവുമായി സുവിശേഷവുമായി യാത്രയിലായിരിക്കാം. It might be to travel to a different nation. അവൻ മറ്റനേക രാജ്യങ്ങളിലേക്കായിരിക്കാം. But some of you might be used by the Lord wherever God has planted you. നമ്മെ ദൈവം ആക്കിയിരിക്കുന്നിടത്ത് ദൈവം വളരെ ശക്തമായി നമ്മെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. It can be in your school or a college, in your workplace, it can be in your neighborhood. That is also a mission field. നമ്മുടെ സ്കൂള്, കോളേജ്, നമ്മുടെ ജോലിസ്ഥലം, നമ്മുടെ അയൽപക്കങ്ങളൊക്കെ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ്. You are planted by the Lord in a mission field of God. ദൈവത്തിന്റെ വയലിൽ നമ്മെ ദൈവം നട്ടേ ഇരിക്കുകയാണെന്നുള്ളത് നാം അറിയണം. I want you to understand this clear vision in your heart. നമ്മുടെ ഇതിനെക്കുറിച്ച് വളരെ നല്ല ഒരു ദർശനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Sometimes people are misguided. ചിലപ്പോൾ ആളുകളെ തെറ്റായ രീതിയിൽ നയിക്കാറുണ്ട്. They believe that mission is only for the guy who's up here holding the mic. അവൻ അനേകരും ചിന്തിക്കുന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് പ്രസംഗപീഠത്തിൽ മൈക്കുമായി നിൽക്കുന്ന ആളിന്റെ മാത്രം ദൗത്യമാണെന്നാണ്. So sometimes pastors teach us that. ചിലപ്പോൾ പാസ്റ്റേഴ്സ് അത് പഠിപ്പിക്കാറുണ്ട്. They tell the congregation, all we need you is to come here on time and make sure you come attend the service and give us your duty, give us your money. അനേക സമയം അവർ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, സമയത്ത് 10 മണിക്ക് ആരാധനയ്ക്ക് വരിക, നിങ്ങളുടെ കയ്യിലുള്ള പണം ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകാം. Make sure you pay your monthly tithes. നമ്മുടെ മാസവരി മാസം തോറുമുള്ള ദശാംശം കൊടുക്കുക. Keep supporting the pastor, keep supporting the work of the church, that's all. ആമേൻ. പാസ്റ്ററെ സഹായിക്കുക, സഭയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുക. You scratch my back and I'll scratch your back. എന്റെ മുതു ചൊറിഞ്ഞാൽ ഞാൻ നിന്റെ മുതുവും ചൊറിയും. Now let's in a partnership and let's have a fellowship like that. അനേക കൂട്ടായ്മകളൊക്കെ ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. But we want to teach something very different. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുവാൻ ഞാൻ Yes, all these things are very needed, okay? ഈ കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ളതാണ്. But never forget that you are not just a member of this church, you are called to be a missionary for the Lord. വെറും ഈ സഭയുടെ അംഗമായിരിക്കുവാനല്ല, കർത്താവിന് വേണ്ടി സുവിശേഷത്തിന്റെ പ്രേക്ഷിത വേലയുടെ ഭാഗമായിരിക്കുവാൻ, അംഗമായിരിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. If God has planted you in a church, He has a plan for your life. ആമേൻ. ദൈവം നമ്മെ ഒരു സഭയിൽ നട്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഉദ്ദേശവുമുണ്ട്. Not just to take care of the needs of the church, സഭയുടെ ആവശ്യങ്ങൾ സന്ധിക്കുവാൻ മാത്രമല്ല, but also to be informed, educated and equipped by the church to go out and fulfill the call that God has placed upon your life. ആമേൻ. നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ആ വിളി
ജനങ്ങളെ പ്രാപ്തരാക്കി പുറത്തേക്ക് പോകുവാനാണ്. And you have a missionary spirit in you. അവൻ നമ്മൾ ഒരു സുവിശേഷകന്റെ ആത്മാവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. Don't be satisfied being in these four walls. അവൻ ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് തൃപ്തിയടയരുത്. Listen to the Macedonian call that somebody is crying out to God for a miracle, for a help. It is to hear the good news, and God wants to send you to meet the needs of that person. അവൻ മാസിഡോണിയയിലെ വിശ്വാസികൾ പൗലോസിന് വേണ്ടി വരുവാനായിട്ട് നിലവിളിച്ചതുപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരൊക്കെയോ എവിടെയോ നിലവിളിക്കുന്നുണ്ടെന്നുള്ളത് രാവിലെ സമയം മനസ്സിലാക്കുക. It can be in your workplace. അത് നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം. It can be in your schools or your college. നമ്മുടെ സ്കൂളിലോ കോളേജിലായിരിക്കാം. It can be in your neighborhood. നമ്മുടെ അയൽപക്കത്തായിരിക്കാം. When you go for an evening walk or a morning walk, God will bring that person before you. രാവിലെയോ വൈകിട്ടോ നടക്കാൻ പോകുമ്പോഴായിരിക്കാം ആ വ്യക്തിയെ ദൈവം നമ്മുടെ മുമ്പിൽ And you will കൊണ്ടുവരുന്നത്. sense the urgency in your spirit to declare the gospel to that person. അവൻ ആ വ്യക്തിയോട് സുവിശേഷം പ്രഖ്യാപിക്കുവാൻ പങ്കുവയ്ക്കുവാനുള്ള ആത്മാവിനുള്ള പ്രചോദനം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. Each one of you is a missionary for the Lord. ആമേൻ. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സുവിശേഷ വേലയുടെ പ്രേക്ഷിത പ്രവൃത്തിയുടെ പങ്കാളികളാണ്, അംഗങ്ങളാണ്. Do not be deceived by any pastor. Do not be deceived by any church. Do not be deceived by any organization. ഒരു സംഘടനയും ഒരു സഭയും ഒരു പാസ്റ്ററും നമ്മെ വഞ്ചിക്കുവാൻ, നാം വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. Everybody who's born again has a racetrack before you. ആമേൻ. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അവിടെ മുമ്പിൽ ഒരു ഓട്ടക്കളം വച്ചിട്ടുണ്ട്. Only you can run in perseverance. Only you can run and finish the race. ആമേൻ. നമുക്ക് മാത്രമേ ആ ഓട്ടക്കളത്തിൽ ഓടി നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കാൻ കഴിയൂ. മറ്റാർക്കും അതിന് സാധ്യമല്ല. Nobody else can run that race for you. ആമേൻ. മറ്റാർക്കും നമ്മുടെ ഓട്ടക്കളത്തിൽ ഓടുവാൻ സാധ്യമല്ല. Therefore, this Sunday morning, remember what the Holy Spirit is speaking to you. നമ്മോട് ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. Wake up and rise up for me and be a voice for me. ആമേൻ. ഈ രാവിലെ സമയം ഉണരുക, എഴുന്നേൽക്കുക, എനിക്ക് വേണ്ടിയുള്ള ശക്തമായ ചലനങ്ങളായി ശബ്ദങ്ങളായി മാറുക. And understand where God has planted you. നമ്മെ ദൈവം ഇവിടെ നട്ടിരിക്കുന്നു. Some people understand that God has only planted them in the church. അവരെ ചിലർ മനസ്സിലാക്കുന്നത് സഭയിൽ മാത്രം ദൈവം അവരെ നട്ടിരിക്കുന്നു. No, God has planted you in your neighborhood. ദൈവം നമ്മെ നമ്മുടെ അയൽപക്കങ്ങളിലും God നട്ടിരിക്കുകയാണ്. has planted you in your workplace. നമ്മുടെ ജോലി സ്ഥലത്തും നമ്മെ God ആക്കിയിരിക്കുകയാണ്. has planted you in your schools. സ്കൂളിൽ നമ്മെ God ആക്കിയിരിക്കുകയാണ്. has planted you in that college. കോളേജിൽ ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ്. God has planted you in some ministry അവൻ ചില ശുശ്രൂഷകളിൽ ദൈവം നമ്മെ ആക്കി to be വെച്ചിരിക്കുകയാണ്. a voice for Him. അവൻ ദൈവത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങളായി ശബ്ദമുഖരിതങ്ങളാകുവാൻ കർത്താവ് നമ്മെ ആക്കി To be വെച്ചിരിക്കുകയാണ്. a light for those who are sitting in darkness. അവൻ അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു വെളിച്ചം പ്രകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. We can only equip you. We can only inform you. We can only educate you. ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുവാനും അതിനുവേണ്ടി ഒരുക്കി എടുക്കാനും മാത്രമേ സാധിക്കൂ. വെളിച്ചങ്ങളാകേണ്ടത് നാമാണ് ഇരുട്ടിൽ. We cannot run on your racetrack. അവൻ നമ്മുടെ ഓട്ടക്കളത്തിൽ, നിങ്ങളുടെ ഓട്ടക്കളത്തിൽ ഞങ്ങൾക്ക് ഓടുവാൻ സാധ്യമല്ല. Amen. You have to run and you have to complete the mission that God has given you. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സുവിശേഷ വേല നമ്മൾ തന്നെ ഓടി തീർക്കേണ്ടതാണ്. ആമേൻ. മറ്റുള്ളവർക്ക് ഓടുവാൻ സാധ്യമല്ല. My daddy never encouraged me in ministry. എന്റെ പിതാവ് ശുശ്രൂഷയിൽ എന്നെ ഉത്സാഹിപ്പിച്ചില്ല. Not once he told me what the call of God was in my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. I've been in ministry for 20 years. ആമേൻ. ശുശ്രൂഷയിൽ ഇപ്പോൾ 20 വർഷമായി. Not once my dad has attended my meeting. എന്റെ ശുശ്രൂഷകളിൽ ഒരിക്കൽ പോലും പിതാവ് പങ്കെടുത്തിട്ടില്ല. My mother never understood the call that God placed upon my life. അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അമ്മയ്ക്ക് ഇതുവരെയുള്ള ദൈവത്തിന്റെ വിളി മനസ്സിലായിട്ടില്ല. They haven't channeled me in a spiritual direction. ആമേൻ. ഒരു ആത്മീയ മാർഗത്തിൽ എന്നെ അവർ വഴിതിരിച്ചു വിട്ടില്ല. Just because of my prayers that God revealed His call to me. ആമേൻ. എന്റെ പ്രാർത്ഥന മുഖാന്തരം അത്രേ ദൈവം എന്റെ ശുശ്രൂഷ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. I was able to discern what the call was. ആമേൻ. ആ വിളി എന്താണെന്നുള്ളതിനെ കുറിച്ച് വിവേചിച്ചറിയുവാനുള്ള കഴിവ് ദൈവം തന്നു. And God gave me the grace to obey the call. ആമേൻ. ആ വിളിയെ അനുസരിക്കുവാനുള്ള കഴിവ് ദൈവം തന്നു. I responded to His call and came out in faith. ആമേൻ. ആ വിളിക്ക് മുമ്പിൽ വിശ്വാസത്തോടുകൂടെ പ്രതികരിക്കുവാൻ ഞാൻ തയ്യാറായി. All my parents did was to pull me back every time. ആമേൻ. ഏത് സമയം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനാണ് എന്റെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചത്. But I said no to them. I said yes to Jesus. എന്നാൽ അവരോട് പറഞ്ഞു അതിന് ഞാൻ
തയ്യാറല്ല, ഞാൻ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. If I did not do that, I would have still remained a member of the Nedumburar Kuriyanur Brethren Assembly. അങ്ങനെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നും കുറിയന്നൂരിലെ ബ്രദർ അസംബ്ലിയുടെ ഒരു വെറും സാധാരണ അംഗമായി I would തുടരുമായിരുന്നു. have just been an ordinary believer in some church. Would have been an ordinary believer in some church. ചില സഭയിൽ ഒരു സാധാരണ വിശ്വാസിയായി ഒതുങ്ങിക്കൂടുമായിരുന്നു. But I recognized the call of God upon my life. എന്റെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ വിളിയെ ഞാൻ The തിരിച്ചറിഞ്ഞപ്പോൾ, holy call of God. ദൈവത്തിന്റെ വിശുദ്ധ വിളി, The heavenly call of God. സ്വർഗീയമായ ദൈവവിളി, The upward call of God. ആ ദൈവത്തിന്റെ ഉന്നതമായ വിളി, The high calling of God. ഉന്നതമായ വിളി. Hallelujah. Amen. You have to respond to the call of God. ദൈവത്തിന്റെ വിളിക്ക് മുമ്പിൽ നാം പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. I did not become a pastor and then the Lord called me out in the ministry. ഒരു പാസ്റ്ററായിട്ടല്ല ദൈവം എന്നെ വിളിച്ചതിന് ശേഷമാണ് ശുശ്രൂഷയിലേക്ക് I started taking the baby steps of faith. അവൻ വിശ്വാസത്തിന്റെ ചെറിയ പടവുകൾ ഞാൻ ചവിട്ടി കയറുകയായിരുന്നു. I knew that the Lord called me. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് At എനിക്കറിയാമായിരുന്നു. the age of 23 23-ാമത്തെ വയസ്സിൽ is when I surrendered to the call. ആ വിളിയുടെ മുമ്പിൽ സമർപ്പിച്ചതായി ആ 23-ാം From വയസ്സിൽ the word from Jeremiah chapter 1 verse 5. യെരമ്യാവ് 1:5 വാക്യത്തിന് മുമ്പിൽ And I responded to that call. ആ വിളിക്ക് മുമ്പിൽ എന്നെ തന്നെ I സമർപ്പിക്കുകയുണ്ടായി. used to come to early morning to the church അവൻ രാവിലെ സഭയിലേക്ക് കടന്നു വരാം. and sweep the floor of the church. അവൻ സഭയിൽ അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കും. That was my ministry. അതായിരുന്നു എന്റെ ആദ്യ ശുശ്രൂഷ. I used to arrange the chairs for the people. അതിനുശേഷം ജനത്തിന് വേണ്ടി കസേരകൾ ഒരുക്കിയിടും. I used to do so many things to clean the church. സഭ വൃത്തിയാക്കാൻ വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു. And that I did for many years. അത് അനേക വർഷം അത് ചെയ്തുകൊണ്ടിരുന്നു. And step by step God started lifting me up. അവൻ പടിപടിയായി ദൈവം എന്നെ The ഉയർത്തിക്കൊണ്ടുവരുന്നു. call of God is progressively revealed. അവൻ ദൈവത്തിന്റെ വിളി പടിപടിയായി ഉന്നതങ്ങളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരുന്നു. Nobody has helped me. ആരും സഹായിച്ചില്ല. In the initial days, ഇതിന്റെ ആദ്യ കാലങ്ങളിൽ it was through prayer and fasting and singing and praying in the Holy Ghost. അവൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും പാടുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് നടക്കുവാനിടയായത്. Totally depending upon the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി സമർപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് Believing that God had a call for me. വിശ്വസിച്ചു. ദൈവത്തിന് എന്റെ മേൽ ഒരു ഉന്നത വിളിയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് Oh, I was never satisfied sitting in that four corners of the church. ഒരു സഭയുടെ 4 അതിരുകൾക്കുള്ളിൽ ഇരുന്ന് തൃപ്തി അടയുവാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. I knew there was something greater that the Lord had for me. എനിക്ക് വേണ്ടി ദൈവം എന്തോ ചില വലിയ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. Pastors will never encourage you sometimes. അവൻ പാസ്റ്റേഴ്സ് പലപ്പോഴും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ശുശ്രൂഷയിൽ. But I want to tell you and declare it to you that each one of you are called to be a missionary. അവൻ ഇന്ന് രാവിലെ സമയം നിങ്ങളോട് പറയുവാനുള്ളത്, പ്രഖ്യാപിക്കുവാനുള്ളത്, നമ്മെ ഓരോരുത്തരെയും മിഷണറിമാരായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. Understand what your mission field is. നമ്മുടെ മിഷണറി ദൗത്യത്തിന് വേണ്ടിയുള്ള സ്ഥലം ഏതാണെന്ന് നാം തിരിച്ചറിയുക. Understand what the call of God is upon your life. നമ്മുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ വിളി എന്താണെന്ന് നാം അറിയുക. And surrender to that call. ആ വിളിക്ക് മുമ്പിൽ നമ്മെ സമർപ്പിക്കുക. Step out by faith. അവൻ വിശ്വാസത്താൽ മുന്നോട്ട് And ഇറങ്ങുക. continue that journey trusting the Lord. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. Hallelujah. ആമേൻ. Hello. Each one of you are special to the Lord. കർത്താവിന് നാം ഓരോരുത്തരും പ്രത്യേകതയുള്ളവരാണ്. I want you to understand this Sunday morning. ഈ രാവിലെ നിങ്ങൾ ഇത് മനസ്സിലാക്കണമേ. Ministry is not just for the pastor. ശുശ്രൂഷ എന്ന് പറയുന്നത് പാസ്റ്റർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. Ministry is not just for the men of God in this church. ഈ സഭയിലുള്ള ദൈവ മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. Ministry is for everybody sitting here. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് ഈ ശുശ്രൂഷ. Jesus died for you on the cross. നമുക്ക് വേണ്ടി യേശു കാൽവരിയിൽ മരിച്ചു. You are very special to the Lord. ആമേൻ. കർത്താവിന് നാം വളരെ പ്രത്യേകതയുള്ളവരാണ്. You have a unique calling upon your life. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ മേൽ ഉണ്ടെന്ന് നാം തിരിച്ചറിയുക. Please don't be satisfied sitting in the four walls of this church. ഈ ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നാം തൃപ്തി അടയാൻ ഇടയാകരുത്. Don't say I'm too young or don't say I'm too old now. നാം വളരെ ചെറുപ്പമാണെന്നോ പ്രായം കൂടിപ്പോയെന്നോ പറയരുത്. You still have those hands. നമ്മുടെ കരങ്ങൾ ചലിക്കുന്നുണ്ടല്ലോ. You still have those feet. ആമേൻ. നമ്മുടെ കാലുകൾക്ക് ശക്തിയുണ്ടല്ലോ. You still have a mind. നമ്മുടെ മനസ്സ് ഊർജ്ജിതമുള്ളതാണല്ലോ. You still have a voice. നമുക്കൊരു ശബ്ദമുണ്ടല്ലോ. God can anoint that voice. ആമേൻ. നമ്മുടെ ശബ്ദത്തെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് It കഴിയും. can be a short prayer for somebody. ആമേൻ. ആർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണിത്. It can be a small word from the Bible.
ഇതാ ദൈവവചനത്തിൽ നിന്നുള്ള ചെറിയൊരു വാക്യമായിരിക്കാം. Something that you learned years ago in Sunday school. അവൻ സൺഡേ സ്കൂളിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു വാക്യമാകാം. You declare it to that person that God brings before you. നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ആ വ്യക്തിയോട് അത് നാം പറയണം. A short prayer. അതൊരു ഒരു ചെറിയ പ്രാർത്ഥനയായിരിക്കാം. A short scripture that you say to encourage that person. അവൻ ആ വ്യക്തിയെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തിരുവചന ഭാഗമായിരിക്കാം. That one scripture can change his life forever. അവൻ ആ തിരുവചന ഭാഗത്ത് നാം അത് പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. That short prayer can change somebody's ആ life. ചെറിയ പ്രാർത്ഥനയുണ്ടല്ലോ പ്രാർത്ഥിച്ചത് അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാകും. Jacob, the moment you came and sat here doing Malayalam worship. ഈ മലയാളം വർഷിപ്പിൽ നാം വന്നിരിക്കുന്നത്. The moment you came and sat in this Malayalam worship. ഈ മലയാളം വർഷിപ്പിൽ വന്നിരുന്ന ആ നിമിഷം God has been ministering to me about you. ദേവദാസനെ കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കുകയുണ്ടായി. Don't be satisfied where you are. ആയിരിക്കുന്ന ഇടത്ത് ഇരുന്ന് തൃപ്തിയടയരുത്. Something needs to happen in your life. ജീവിതത്തിൽ എന്തോ ചിലത് സംഭവിക്കുവാനുള്ള These days sit and pray in the presence of the Lord. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. You have the burden to go and speak about Jesus to others. യേശുവിനെ കുറിച്ച് പറയുവാൻ പുറത്തേക്ക് പോകുവാനുള്ള ഭാരം ദൈവം ദാസന്റെ മേൽ ആക്കി വെച്ചിരിക്കുന്നു. Pray for those opportunities. അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Opportunities are going to come before you. അവസരങ്ങൾ ഇതാ കൺമുൻപിൽ വരാൻ പോകുന്നു. I just see you while I'm talking to you. I'm seeing you just weeping and weeping in the presence of the Lord. ദൈവ സന്നിധിയിൽ ഇരുന്ന് കണ്ണുനീർ ഒഴുക്കുന്നത് ഞാൻ കാണുകയാണ്. I'm seeing it as a vision right now when I'm talking to you. ആമേൻ. സംസാരിക്കുമ്പോൾ ഒരു ദർശനം ഞാൻ കാണുകയാണ്. And that these days that must happen. ഈ ദിവസങ്ങളിൽ ഒന്നിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. And for that to happen, you must come alone in the presence of the Lord. അത് സംഭവിക്കുവാൻ ഏകനായി ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരണം. Nobody's going to help you to get those opportunities. ആ അവസരങ്ങൾ ലഭിക്കുവാൻ മറ്റാരും നമ്മെ സഹായിക്കില്ല. But when you come alone in the presence of the Lord, ആമേൻ. ദൈവ സാന്നിധ്യത്തിൽ ഏകനായി വരുമ്പോൾ God will hear those cry, He will see those tears, He will open doors for you. ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്നുള്ള തേങ്ങലുകൾ ദൈവം കേൾക്കും. അവസരങ്ങൾ ദൈവം തരും. Let me please stand up in the presence of the Lord. ദൈവ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? And just you alone, please. Let's pray for him right now. So close your eyes. Hallelujah, Jacob Chan. Hallelujah. Close your eyes, Jacob Chan. Father God, I pray for this young man of God. He is young in his heart, oh God. Father, I pray that you would use him, oh God. Father, I pray these days open doors for him. That opportunities, oh God, that would come before him, Lord Jesus. He sensitize his spirit, Holy Ghost. Sensitize his spirit for your touch, for your voice, oh God. Let him hear your word these days. Let him discern the times that he lives in, oh God. Father, when he sees that person, let him know in his spirit that this is the person that God wants me to speak to, oh God. And Father, use his voice, anoint his voice, oh God, as he says that short prayer, Lord, as he shares that scripture, anoint, oh God, that word, anoint that voice, oh God, anoint those words, oh God, give him those words. Put it in his heart, Lord. Amen. And as he speaks, Lord, minister to the needs of that person, oh God. We don't know what that person is going through. We don't know where that person is right now. Bring those people before him, Lord. Use him for thy glory. Use him for thy glory. Use him for thy glory. Let him be a vessel that carries your glory, your anointing. In Jesus' precious name we pray. Amen. Amen. Hallelujah. Each one of you is special to the Lord. കർത്താവിന് നാം ഓരോരുത്തരും പ്രത്യേകതയുള്ളവരാണ്. Understand that there is a calling upon your life. നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു വിളിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. You might have gone through many failures. അവൻ അനേക തോൽവിയിലൂടെ നാം കടന്നുപോയേക്കാം. You might have gone through many disappointments. അവൻ അനേക നിരാശകളുടെ പടുകുഴിയിലായേക്കാം. So many of you have retreated from the call of God. ദൈവ വിളിയിൽ നിന്ന് നാം ഒരുപക്ഷെ പിന്തിരിഞ്ഞേക്കാം. So many of you may have given up on God. അവൻ നമ്മൾ ചിലർ എന്നേക്കുമായി ഉപേക്ഷിച്ചേക്കാം. I want to tell you, no, God has not forgotten you. എന്നാൽ ഇന്ന് രാവിലെ സമയം നിങ്ങളോട് പറയുവാനുള്ളത് ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. I was reading and meditating this passage this week. ഈ ആഴ്ചയിൽ ഈ വേദഭാഗം വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ There was a face of a person coming in my mind. ഒരാളുടെ മുഖം എന്റെ മനസ്സിൽ കടന്നു വരികയുണ്ടായി. I will be talking to that person after the service is over. ഈ ആരാധന കഴിയുമ്പോൾ ആ വ്യക്തിയോട് ഞാൻ സംസാരിക്കും. Maybe that person has forgotten. ആ വ്യക്തി ഒരുപക്ഷെ മറന്നുപോയേക്കാം. He might have forgotten his calling. ആ വിളി ഒരുപക്ഷെ മറന്നുപോയേക്കാം. He may be thinking that God has abandoned him. ഒരുപക്ഷെ ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് ചിന്തിച്ചേക്കാം. But God has not abandoned you, my friend. സഹോദര, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. God has not abandoned anybody. ആരെയും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. He never walked away from us.
അവൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവനല്ല. We walked away from him. അവനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ നമ്മളാണ്. If you feel that there is a gap between you and God, ദൈവവും തമ്മിൽ ഒരു വിടവ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. it is not because God moved away from you. അതെ, ദൈവം നമ്മിൽ നിന്ന് നടന്ന് അകന്നു എന്നുള്ളതല്ല. It's because we walked away from God. നാം ദൈവത്തിൽ നിന്ന് നടന്ന് അകന്നതാണ്. The things we used to do for the Lord years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ Now we feel so dry. ഇന്ന് നാം വളരെ ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണ്. Spiritual things bore us now. ആമേൻ. ആത്മീയ കാര്യങ്ങൾ നമ്മിൽ വിരസത ഉളവാക്കുന്നു. Ministry just bores us. ആമേൻ. ശുശ്രൂഷകൾ നമുക്ക് താല്പര്യമില്ല. Because they have been so discouraged. ആമേൻ. അനേക വളരെ നിരുത്സാഹപ്പെടുത്തലുകൾക്ക് തള്ളലുകൾക്ക് വിധേയമായി. People have disappointed us. ആമേൻ. അനേകർ നമ്മെ നിരാശപ്പെടുത്തി. People we trusted have rejected us. നാം വിശ്വസിച്ചവർ നമ്മെ തള്ളിക്കളഞ്ഞു. Now I want you to tell you something very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, Don't put your trust in people. ആ മനുഷ്യനിൽ ആശ്രയിക്കരുത്. None of these people have called you for God's work. ആമേൻ. ദൈവവേലയ്ക്ക് വേണ്ടി ഈ മനുഷ്യരാരുമല്ല നിങ്ങളെ വിളിച്ചത്. You put your trust in man, you will be disappointed. ആമേൻ. മനുഷ്യരിൽ നമ്മുടെ ആശ്രയം വെക്കുന്നെങ്കിൽ നാം നിശ്ചയമായും നിരാശപ്പെട്ടു പോകും. You can never flourish in the call that God gave you. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളിയിൽ നമുക്ക് മുന്നേറുവാൻ ഒരിക്കലും So many times I have been disappointed. ഞാൻ നിരാശപ്പെട്ടുപോയി. So many times I have been discouraged. ആമേൻ. അനേക പ്രാവശ്യം നിരുത്സാഹപ്പെട്ടു പോയി. But then once again we wake up, we shake up and we walk up. ആമേൻ. ഒരിക്കൽ കൂടെ സടകുടഞ്ഞ് ഉണർന്ന് എഴുന്നേറ്റ് മുന്നോട്ട് ഏറിയായി പോവുക. We keep focusing on God, we keep trusting him. ആമേൻ. ദൈവത്തിൽ തന്നെ നോക്കുക, അവനിൽ മാത്രം ആശ്രയിക്കുക. I want you to encourage yourself. നിങ്ങളെ ഉത്സാഹപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. I can sense in my spirit right now that so many of you are talking to yourself. പലരും തന്നോട് തന്നെ സംസാരിക്കുകയാണ്. Many of us are talking to ourselves. നിങ്ങൾ നിരാശയുടെ വാക്കുകളാണ് സംസാരിക്കുന്നത്. We are talking the words of disappointment. പരാജയത്തിന്റെ വാക്കുകളാണ് സംസാരിക്കുന്നത്. We are talking the words of failure. Maybe so many people have discouraged you. അനേകർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. Maybe you yourself feel like a failure. നമ്മൾ തന്നെ ഒരു തോൽവിയാണെന്ന് As ചിന്തിച്ചേക്കാം. I'm preaching this, this is what the Lord is giving in my heart. ആമേൻ. ഞാൻ ഇത് പറയുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്നത്, That many of you sitting here right now today, ആമേൻ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന അനേകർ you are sitting in discouragement. ആമേൻ നിരുത്സാഹപ്പെടുത്തലിന്റെ അനുഭവത്തിലാണ് And ഇരിക്കുന്നത്. you're talking these words to yourself. ആമേൻ. ഈ വാക്കുകൾ നാം നമ്മോട് തന്നെ പറയുകയാണ്. Maybe when nobody's there around you. ആമേൻ. ആരും നമ്മുടെ ചുറ്റും കാണില്ല. You are speaking, you are sowing the seeds of discouragement and negativity in your own life. ആമേൻ. നിരാശപ്പെടുത്തലിന്റെ വിത്തുകൾ നാം തന്നെ നമ്മിൽ പാകുകയാണ്. And nobody knows this. ഇതാ മറ്റാർക്കും അറിയില്ല. Maybe your own children, your spouse doesn't know this. നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അറിയില്ല. But when you are alone, you are speaking all these things. ആമേൻ. നാം ഏകരായിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മോട് തന്നെ പറയുകയാണ്. I want you to understand something. These things can destroy your life. പറയാനുള്ളത്, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാം. God is not happy when you say this. ഇത് പറയുമ്പോൾ ദൈവം സന്തോഷവാനല്ല. Satan is pleased when you talk negative things to yourself. ആമേൻ. മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷിക്കുന്നത് സാത്താനാണ്. Because the more you keep saying this, you're losing the joy that God put in your heart. ആമേൻ. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സന്തോഷം നഷ്ടപ്പെടുകയാണ്. Each one of you, when you become born again, you are a target of the enemy. ആമേൻ. നാം രക്ഷിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ശത്രുവിന്റെ ലക്ഷ്യമാണെന്ന് നാം ചിന്തിക്കുക. Our family is a target. നമ്മുടെ കുടുംബം അവന്റെ ലക്ഷ്യത്തിലുള്ളതാണ്. Our local church is the target of the enemy. നമ്മുടെ പ്രാദേശിക സഭയും ആ പിശാചിന്റെ തന്ത്രത്തിൽ ഉൾപ്പെടുകയാണ്. Do not allow Satan to steal your joy. ആമേൻ. നമ്മുടെ സന്തോഷം ചോർത്തിക്കളയുവാൻ, മോഷ്ടിക്കുവാൻ ശത്രുവിനെ പിശാചിനെ അനുവദിക്കരുത്. When you don't have any joy, you can't even praise God. നമുക്ക് സന്തോഷമില്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ പോലും കഴിയില്ല. Some of you have lost that joy. ആമേൻ. നമ്മൾ ചിലർക്ക് ആ സന്തോഷം നഷ്ടപ്പെട്ടു. And so these days come back to the Lord. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് മടങ്ങി വരിക. Ask him to fill your heart and mind with joy and peace. നമ്മുടെ ഹൃദയവും മനസ്സും സമാധാനത്താൽ നിറയ്ക്കുവാൻ, സന്തോഷത്താൽ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുക. Come back to the racetrack. ആമേൻ. ഓട്ടക്കളത്തിലേക്ക് മടങ്ങി വരിക. Come back and run for the Lord. ആമേൻ. മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി ഓട്ടക്കളത്തിൽ ഓടുക. We don't know how many years or days we have left. നമുക്ക് എത്ര ദിവസങ്ങളുണ്ടെന്നോ വർഷങ്ങളുണ്ടെന്നോ നമുക്കറിയില്ല. Tomorrow is not guaranteed for us, my friend. ആമേൻ. നമ്മുടെ ജീവിതത്തിന് യാതൊരു
ഉറപ്പുമില്ല. So I want to tell you, come back to the Lord. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് കർത്താവിലേക്ക് മടങ്ങി വരിക. Start engaging in the mission that God has given you. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങളും ശുശ്രൂഷകളും ഉണ്ടല്ലോ, അതിലേക്ക് മടങ്ങി വരിക. Oh, the 72 came back to Jesus. അവൻ 72 പേരും യേശുവിലേക്ക് മടങ്ങി. Their hearts were filled with joy. അവരുടെ ഹൃദയം സന്തോഷഭരിതമായി. They had the wrong focus. They had the wrong focus. അവർക്ക് തെറ്റായ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. They said, Jesus, demons are subject to us because of your name. ആമേൻ, നിന്റെ നാമത്തിൽ പിശാച് ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് അവർ പറഞ്ഞു. And Jesus told them, no, that's not what you must be joyous about. യേശു പറഞ്ഞു, അതിലല്ല സന്തോഷം എന്നുള്ളത്. The greatest joy must be that your names are written in heaven. വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. We are going to lose so many things in this journey. അവൻ ഈ യാത്രയിൽ നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ നഷ്ടപ്പെടും. People will make us suffer, they will persecute us. അനേകർ നമ്മെ കഷ്ടപ്പെടുത്തുകയും നമ്മെ പീഡിപ്പിക്കുകയും We ചെയ്യും. will lose our friends, we will lose our possessions. നമ്മുടെ ധനവും മാനവും നമ്മുടെ വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടേക്കാം. We will go through financial crisis in our lives. അവൻ സാമ്പത്തിക നഷ്ടത്തിൽ കൂടെ നിർണായകമായി പോയേക്കാം. Our body is aging. അവൻ നമ്മുടെ ശരീരം We മാറുന്നുകൊണ്ടിരിക്കുകയാണ്. might go through physical pain, maybe emotional or mental pain. അവൻ നമ്മുടെ വൈകാരികമായി ശാരീരികമായ വേദനയിൽ കൂടെ ആയിരിക്കാം. But make sure you don't lose your focus. എന്നാൽ ഉറപ്പാക്കുക നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. Your dreams might be shattered. യേശുവിന്റെ നാമത്തിൽ. അവൻ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപക്ഷേ തകർന്നേക്കാം. You might lose your loved ones. അവൻ You might lose your loved ones. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. Even if one of our loss happens in your life, ഒന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും come back to the gospel. അവൻ സുവിശേഷത്തിലേക്ക് മടങ്ങുക. Come back to the cross of Jesus Christ. യേശുവിന്റെ കുരിശിലേക്ക് വരിക. Come back to where Jesus gave his life for you. നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിലേക്ക് വരിക. And praise the Lord that your name is written in the book of life. അവൻ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. Jesus gives the priority here. അവൻ യേശു ഇവിടെ ഒരു മുൻഗണന നൽകുകയാണ്. Salvation over everything else. അവൻ എല്ലാത്തിനേക്കാളും ആത്യന്തികമായിരിക്കുന്നത് വലിയ രക്ഷയത്രേ. Salvation above everything else. അവൻ സകലത്തിനേക്കാളും ഉന്നതമായിരിക്കുന്നത് ആത്മാവിന്റെ രക്ഷയത്രേ. Rejoice that your name is written in heaven. അവൻ നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുക. Rejoice that you have a relationship with the Savior. അവൻ രക്ഷകനുമായി ബന്ധത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് സന്തോഷിക്കുക. Rejoice that you have started the eternal life. അവൻ നിങ്ങൾക്കൊരു നിത്യജീവൻ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് Rejoice that you have a great inheritance in heaven. അവൻ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വലിയ അവകാശം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ആനന്ദിക്കുവിൻ. Hallelujah. There's a song that says, I'm so glad that the Lord saved me. ഞാൻ കർത്താവിനെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ. നമുക്ക് സന്തോഷമില്ല. We don't have any joy. ഹലോ, ചില ബന്ധുക്കോസുകാർക്ക് ഒട്ടും സന്തോഷം വരത്തില്ല. Some Pentecostals will never be joyful. പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഭയങ്കര സന്തോഷം. When they get an opportunity to preach, they will have. സ്ഥാനം കിട്ടിയ ഭയങ്കര സന്തോഷം. When they get a position, they will be happy. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷം. When we speak about the great salvation, they sit like idols. പാട്ടുകാരൻ പറഞ്ഞു, I'm so glad that the Lord saved me. കർത്താവിനെ രക്ഷിച്ചു എന്ന് പാസ്റ്റർ പറയുമ്പോൾ, If it hadn't been for Jesus, where would I have been? യേശു എന്റെ ഉള്ളിലില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയായി പോകുമായിരുന്നു. I'm so glad that the Lord saved me. എന്നെ കർത്താവ് രക്ഷിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ യാത്രയിൽ പല നഷ്ടങ്ങളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും. There will be lot of sufferings and loss in this spiritual journey. ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവരുടെ രക്ഷാനുഭവം. Amen. The greatest joy in the life of a saint is the a powerful experience of that great salvation. Praise God, I'm adopted to the family of God. Amen. കർത്താവിന്റെ കുടുംബത്തിലെ അംഗമായി ചേർത്തതിൽ നമുക്ക് ദൈവത്തെ Brother, it doesn't matter where I die. It doesn't matter where or how I die. ഞാൻ എങ്ങനെ മരിക്കുന്നുവെന്നോ ഞാൻ എവിടെ മരിക്കുന്നുവെന്നോ ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് It വിഷയമല്ല. doesn't matter where I'm going to be buried. ഞാൻ എന്നെ എവിടെ അടക്കുമെന്നുള്ളത് വിഷയമല്ല. I will be with the Lord. ഞാൻ കർത്താവിനോട് കൂടെയായിരിക്കും. Because I'm a born again child of God. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലായതുകൊണ്ട് My body is aging. അവൻ എന്റെ ശരീരം പ്രായാധിക്യം കൊണ്ട് I may lose a lot of things in this life. അവൻ ഈ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും All my dreams may be shattered. എന്റെ സകല ദിവാസ്വപ്നങ്ങളും തകർന്നടിഞ്ഞാലും But I don't want to allow Satan to steal my joy. അവൻ എന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുവാൻ അപകരിക്കരുത്.
my possessions. അവൻ എന്റെ സമ്പത്തിലല്ല എന്റെ സന്തോഷം. My joy is not in my position. എന്റെ സ്ഥാനത്തിലല്ല എന്റെ സന്തോഷം. My joy is not in who is with me. എന്നാലും ആരെന്നോട് കൂടെ ഉണ്ട് എന്നതിലുള്ളതല്ല എന്റെ ആനന്ദം. My joy is not in my big house or with what a bank balance I have. അവൻ എന്റെ ബാങ്കിലെ പണമോ എന്റെ വലിയ വീടോ അല്ല എന്റെ സന്തോഷം. My joy is my salvation in Jesus Christ alone. എന്റെ ആനന്ദം എന്റെ സന്തോഷം കർത്താവായ യേശുക്രിസ്തുവിൽ ലഭിച്ച വലിയ രക്ഷയത്രേ. When I die, I will be with Jesus. ഞാൻ മരിച്ചാൽ യേശുവിനോട് കൂടെ. And it will be a permanent life, not a temporary life. നമുക്കിപ്പോഴുള്ളത് ഒരു താൽക്കാലിക ജീവിതമാണ്. I will see my Savior face to face. രക്ഷകനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസമുണ്ട്. I will see my Lord. ആമേൻ. ഞാൻ എന്റെ കർത്താവിനെ കണ്ണാൽ കാണും. I will enjoy the inheritance that He has prepared for me. എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ സ്വർഗീയ നിക്ഷേപങ്ങൾ കണ്ട് ഞാൻ സന്തോഷിക്കും. Therefore, church, rejoice in the spiritual over the material. ആമേൻ. അതുകൊണ്ട് സഭയെ താൽക്കാലികമായ ഭൗതികത്തിലല്ല നമുക്ക് വേണ്ടിയുള്ള നിത്യതയെ കുറിച്ച് ഓർത്ത് അതിന്മേൽ സന്തോഷിക്കുക. Rejoice over the permanent than the temporary. ആമേൻ. താൽക്കാലികത്തിലല്ല നിത്യതയിലാണ് സന്തോഷിക്കേണ്ടത്. Rejoice in what the spiritual and not what is eternal. ആമേൻ. നിത്യമായതിലും ആത്മീയതയിലുമാണ് നാം സന്തോഷിക്കേണ്ടത്. That is why Jesus corrected the disciples and said, rejoice that your names are written in heaven. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് അവരെ തെറ്റ് പറയുന്നതിൽ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് സന്തോഷിക്കുമെന്ന് Verse പറഞ്ഞത്. 21, let's read verse 21. 21-ാം വാക്യം. It's something very beautiful written in the Gospels. സുവിശേഷത്തിലെ വളരെ മനോഹരമായ ഒരു കാര്യം. In that hour, ആ നാഴികയിൽ Jesus rejoiced അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. in the Spirit. ശ്രദ്ധിക്കണം, the disciples came with joy. ശിഷ്യന്മാർ സന്തോഷത്തോടെ കടന്നു വന്നു. And now Jesus, the Bible says, his heart was filled with joy. ഇവിടെ പറയുന്നത് കർത്താവും പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. Why? എന്തുകൊണ്ട്? Why was Jesus filled with joy? എന്തുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചത്? Completely filled with joy. അവൻ പൂർണ്ണമായി സന്തോഷത്താൽ ആനന്ദഭരിതനായി. Because the disciples fulfilled the mission and they came back. കാരണം ശിഷ്യന്മാര് ഏത് ഉദ്ദേശവുമായി അവർ കടന്നുപോയോ ആ ഉദ്ദേശം, ആ ദൗത്യം, ആ സുവിശേഷം നിവർത്തിച്ച ശേഷം സന്തോഷത്തോടെ മടങ്ങി വന്നു. Number 2, the Bible says, രണ്ടാമത്തെ കാര്യം ദൈവവചനം പറയുന്നു, Jesus was filled with joy. യേശു സന്തോഷഭരിതനായത് Because such spiritual things were not given to the wise people. ഇങ്ങനെയുള്ള ആത്മീയ സത്യങ്ങൾ ജ്ഞാനികൾക്കല്ല കൊടുത്തത്. It says it was hidden from the wise and the prudent, ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മറച്ചു വെച്ചു. but it was revealed to the babes, അങ്ങനെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. those innocent ones, ആ നിരപരാധികളായ ശിശുക്കൾക്ക്, those who are always depending on Jesus, അതാണ് എപ്പോഴും യേശുവിൽ ആശ്രയിക്കുന്നത്. those innocent babes, അവൻ ശിശുക്കൾക്ക്, to the unlearned people or the uneducated people, വിദ്യാഭ്യാസമില്ലാത്ത, to the foolish ones, അവൻ വെറും ജ്ഞാനികളല്ലാത്ത, to the rejected ones. തള്ളിക്കളഞ്ഞവർ, These wise things were revealed to such people. ഈ ജ്ഞാനമായ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. Pastor, എനിക്ക് വലിയ തിയോളജിക്കൽ നോളജ് ഒന്നുമില്ല, കർത്താവിനെ ഉപയോഗിക്കുമോ? യെസ്, ഉപയോഗിക്കും. Pastor, I don't have much theological education, but the Lord used me. I say yes. പക്ഷേ എനിക്ക് വേദശാസ്ത്രത്തിൽ വലിയ ജ്ഞാനമൊന്നുമില്ല, കർത്താവിനെ ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. Pastor, I'm too young and the Lord used me. Yes. പക്ഷേ ഞാൻ വളരെ ചെറുപ്പമാണ്, എന്നെ കർത്താവ് ഉപയോഗിക്കുമോ? തീർച്ചയായും ഉപയോഗിക്കും. Pastor, I don't have so many years in this Pentecostal faith. Can God use me? Yes, God can use me. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ എനിക്ക് അനേക വർഷത്തെ പാരമ്പര്യം പറയാനില്ല, കർത്താവ് എന്നെ ഉപയോഗിക്കുമോ? നിശ്ചയമായും ഉപയോഗിക്കും. Pastor, my daddy is not a pastor. Nobody is in the ministry from my family. Can the Lord use me? Yes. പക്ഷേ എന്റെ പിതാവ് പാസ്റ്റർ അല്ല, എന്റെ ശുശ്രൂഷയിൽ ആരും എന്റെ കുടുംബത്തിൽ നിന്നില്ല, എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ? കർത്താവിന് നിശ്ചയമായി ഉപയോഗിക്കാം. Pastor, I'm not so many years in the ministry. Can the Lord use me? Yes. അനേക വർഷങ്ങൾ ശുശ്രൂഷയിൽ ഇല്ലായിരുന്നു, എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ? ഉപയോഗിക്കാം. You might be new to the faith. വിശ്വാസത്തിൽ പുതിയതായിരിക്കാം, God can still use you. കർത്താവിനെ ഉപയോഗിക്കാൻ You സാധിക്കും. can be young. നാം വളരെ ചെറുപ്പമായിരിക്കാം, God can still use you. ദൈവത്തിന് നിശ്ചയമായി നമ്മെ It's ഉപയോഗിക്കാം. not the ability as we always hear. നമ്മൾ കേൾക്കുന്നത് പോലെ വലിയ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല. Are you available for the Lord? നാം ദൈവത്തിന് വേണ്ടി നാം
നമുക്ക് അതിന് സമയമുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമോ? If God asks you to come here, will you come here? Luke 10 starts by that Jesus called them to him. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം പറയുന്നത് യേശു ശിഷ്യന്മാരെ വിളിച്ചു എന്നാണ്. And they came to him. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. They received the power and the authority from him. യേശുവിൽ നിന്ന് അധികാരവും ശക്തിയും അവർ പ്രാപിച്ചു. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയമേ ഇല്ല, അന്ന് ബിസിയാ. We are so busy that we don't have time to pray alone. If you want to be used by the Lord, make sure you spend that quality time alone with the Lord. ആമേൻ. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ സമയം നാം ഏകരായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. Receive from him directly. ആമേൻ. നേരിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത് Pay ആവശ്യമാണ്. the price, empty yourself. ആമേൻ. നമ്മളെ തന്നെ ഒഴിച്ച് സകലതും മാറ്റിവെച്ച് അതിനുവേണ്ടിയുള്ള വില കൊടുക്കാൻ നാം തയ്യാറാകണം. നമുക്ക് സമയമില്ല, ദാഹവുമില്ല. ഇനി അഥവാ ഇരുന്നാൽ മുഴുവൻ നമുക്ക് ഒത്തിരി സ്റ്റഫ് ഇതിനകത്ത് ഇരിക്കാൻ നിറഞ്ഞു നിൽക്കുക. പിന്നെ എങ്ങനെ കർത്താവ് ഒഴിക്കുന്നത്? ഒഴിഞ്ഞ പാത്രമായി ഏൽപ്പിച്ചു കൊടുക്കുക. He will fill you. നാം ഒഴിഞ്ഞ പാത്രമായി ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഒഴിഞ്ഞതിനെ നിറയ്ക്കുവാൻ കർത്താവിന് കഴിയും. Praise the Lord. ആമേൻ. And so they went in obedience. അവർ അനുസരണത്തോടെ കടന്നുപോയി. They came back with joy. അവൻ സന്തോഷത്തോടെ മടങ്ങി വന്നു. And when Jesus saw that, യേശു അത് കണ്ടപ്പോൾ his heart was filled with joy. യേശുവിന്റെ ഹൃദയം സന്തോഷപൂരിതമായി. He rejoiced in the spirit ആത്മാവിൽ യേശു ആനന്ദം കൊണ്ടു. by seeing the effect of what they did. അവർ ചെയ്തതിന്റെ ഫലം കാണുക. Last Sunday I said when they came united, അവരെ ഏകരായി ഐക്യത്തോടെ കടന്നു വന്നപ്പോൾ Jesus saw something in the heavenlies. ആമേൻ. സ്വർഗ്ഗത്തിൽ യേശു ചിലത് കണ്ടു. Satan falling like lightning. ആമേൻ. മിന്നൽ പോലെ പിശാച് നിലത്ത് വീഴുന്നത്. When we come together in unity, നാം ഐക്യതയോടെ നാം കടന്നു വരുമ്പോൾ satanic strongholds will be broken. ആമേൻ. സാത്താന്റെ കെട്ടുകളെല്ലാം പൊട്ടി വീഴും. When we partner with the Lord together in unity, ആമേൻ. ഐക്യതയോടുകൂടെ കർത്താവുമായി ഒന്നിച്ചു ചേരുമ്പോൾ satanic strongholds will be broken. ആമേൻ. ശത്രുവിന്റെ സകല ബന്ധനങ്ങളും അഴിയും. They went out in joy, they came back with joy. സന്തോഷത്തോടെ കടന്നുപോയി സന്തോഷത്തോടെ മടങ്ങി When the വന്നു. mission was fulfilled, Jesus had that joy. അവൻ അവരുടെ സുവിശേഷ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ കർത്താവും ആത്മാവിൽ And then ആനന്ദിച്ചു. he rejoiced and prayed. With that joy, he prayed to the Father. അവൻ സന്തോഷത്തോടെ പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നു. He said, Father, thank you so much അവൻ യേശുവേ, ദൈവമേ, പിതാവേ, വളരെ നന്ദി. that this revelation, this calling, this mission was given not to the rich or the prudent, but to these people, these babes. ആമേൻ. ഈ വെളിപ്പാട് ജ്ഞാനികൾക്കും വിവേകികൾക്കുമല്ല കൊടുത്തത്, ശിശുക്കൾക്കാണ് They കൊടുത്തത്. are babes in faith. അവൻ വിശ്വാസത്തിൽ ശിശുക്കളായവർ. They are babes in faith. അവൻ വിശ്വാസത്തിൽ ബാല്യത്തിലുള്ളവർ. Thank you for revealing this wise things to such people. അവൻ ഈ വലിയ മർമ്മം അങ്ങനെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ പിതാവേ നന്ദി. Let me ask you this question, church. ഞാൻ ഈ ചോദ്യം ചോദിക്കട്ടെ. Is Christ rejoicing over us? യേശു നമ്മളിൽ സന്തോഷിക്കുന്നുണ്ടോ? എന്നെ കർത്താവ് കാണുമ്പോൾ ദുഃഖിക്കുകയാണോ അതോ സന്തോഷിക്കുകയാണോ? When Jesus is looking at me, is Jesus is rejoicing or he is sad? Don't be deceived by any pastor or any church. ഒരു സഭയും ഒരു പാസ്റ്ററും നമ്മെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. You are not just a member of Emmanuel Assembly of God. You are called to be a missionary in this church. ഈ സഭയിലെ വെറും ഒരു അംഗം മാത്രമായിരിക്കാനല്ല കർത്താവ് വിളിച്ചത്, നമ്മെ മിഷണറിമാരായിട്ടാണ് ഇവിടെയാക്കിയിരിക്കുന്നത്. We want you to partner with us. We want you to partner with the church. We want you to help us meet the needs of the church. But that must not be your priority. There is a priority over that. And that is something very spiritual. It is very eternal. The God Almighty who created you, God who died for you on the cross, He has paid a price for you. He has laid a call upon your life, and that is a personal call. Nobody can fulfill that call for you. ഈ സഭയുടെ വെറും ഒരു അംഗമായിരുന്നതുകൊണ്ട് ഈ സഭയുടെ ആവശ്യങ്ങൾ സന്ധിക്കുന്ന വെറും ഒരു വ്യക്തിയായി മാത്രമല്ല നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ആ വലിയ വില കൊടുത്ത യേശുവിന്റെ സുവിശേഷത്തിന്റെ വാഹകരായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. I'm not asking anybody to quit your job and go to a nation. ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങി പോകുവാനല്ല ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. You are still on the mission field. With that job, bless and touch and change lives. നാം ജോലി ചെയ്യുമ്പോൾ തന്നെ മിഷണറി ദൗത്യത്തിൽ പ്രേക്ഷിത വേലയിൽ നമുക്ക് ഉൾപ്പെട്ടിരിക്കാം. അങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നവരെ
നാം സഹായിക്കാം. The workplace is a mission field for you. നമ്മുടെ ജോലി സ്ഥലം നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടിയുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. Your schools and your colleges can be a mission field. നമ്മുടെ സ്കൂളും നമ്മുടെ കോളേജും നമ്മുടെ ഒരു മിഷണറി പ്രസ്ഥാനമായി ഒരു സ്ഥലമായിരിക്കാം. Start praying for all the neighbors in your neighborhood. അവൻ നമ്മുടെ അയൽക്കാർക്കെല്ലാം വേണ്ടി നാം പ്രാർത്ഥിക്കാം. There's a pastor in Palakkad. His name is, I forgot his name, Jimmy Kuriakose. Pastor Jimmy Kuriakose. പാലക്കാട് ഒരു പാസ്റ്റർ ഉണ്ട്, ജിമ്മി കുര്യാക്കോസ് എന്ന പേരുള്ള പാസ്റ്റർ. In a place called Nenmara. നെന്മാറയിൽ ഉള്ള പാസ്റ്റർ. And that pastor used to just walk in the streets. ആ പാസ്റ്റർ ആ തെരുവീതികളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട്. He used to go to the ration store. റേഷൻ കടയിൽ പോകാറുണ്ട്. He used to go for prayer walks. അവൻ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇങ്ങനെ നടന്നു പോകാറുണ്ട്. People saw the glory of God upon his face. ആ പാസ്റ്ററുടെ മുഖത്തുള്ള ദൈവത്തിന്റെ തേജസ് ആളുകൾ The ദർശിക്കുവാൻ. moment they look at him, they feel a peace in their own life. അവൻ ആ പാസ്റ്ററുടെ മുഖം ദർശിക്കുമ്പോൾ ദർശിക്കുന്നവരുടെ ആ ഉള്ളിൽ ഒരു വലിയ സമാധാനം വെളിപ്പെടുകയാണ്. So many people have come to this pastor and says, I want to experience that peace that you have. അനേകം പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞു, ആ അവിടുത്തെ ഈ സമാധാനം എനിക്കും അനുഭവിക്കുവാൻ And താല്പര്യമുണ്ട്. he used to tell, come to the church. ആ പാസ്റ്റർ പറഞ്ഞു, നീ സഭയിലേക്ക് വരിക. And so many people, Varma family, Kingly family, they have come to the church. അവൻ ബ്രാഹ്മണ ഫാമിലിയിൽ നിന്ന് വർമ്മ ഹിന്ദു ഫാമിലികളിൽ നിന്നൊക്കെയുള്ള അനേകര് സഭയിൽ കടന്നു വന്നു. He has close to 200 members in his church now. ആ സഭയിൽ ഇപ്പോൾ 200 അടുത്തുള്ള അംഗങ്ങളുണ്ട്. 90% of the church members are all from a Hindu background. 90% ആളുകളും ഹിന്ദു കുടുംബങ്ങൾ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. All because they saw something special upon this man. അവൻ ഈ പാസ്റ്ററിൽ എന്തോ പ്രത്യേകതയുള്ള ചിലത് അവർ ദർശിച്ചു. Every morning when he used to go for that morning walk or a prayer walk. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോഴോ രാവിലെ നടക്കാൻ പോകുമ്പോഴോ ഉള്ള ഓരോ ദിവസവും. Let me say, put it this way. Every morning he used to walk. എല്ലാ രാവിലെയും നടക്കാൻ പോകും. He started praying as he walked. നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. Because he understood that was his mission field. അദ്ദേഹത്തിന് മനസ്സിലായി ആ മിഷൻ ഫീൽഡ് അതാണെന്നുള്ളത്. He does not need to go to China to evangelize. Sometimes God sends people to different nations. But now he understood Nenmara was his mission field. ആ ദൈവദാസന് മനസ്സിലായി നെന്മാറയാണ് ആ നടക്കുന്ന വഴിയാണ് തന്റെ മിഷൻ ഫീൽഡ് എന്ന് സുവിശേഷ വയനെന്ന് മനസ്സിലായി. And every day he used to pray for those homes. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. He used to pray for people as he walked. അവൻ അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. God's hand was upon this man. അവൻ ദൈവത്തിന്റെ കരങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ദർശിക്കുകയുണ്ടായി. Say glory attracts. അവൻ തേജസ്സും മറ്റുള്ളവരെ ആകർഷിക്കുന്നു. Not human glory. മാനുഷികമായ തേജസ്സും മഹിമയല്ല. I'm talking about God's glory. അവൻ ദൈവത്തിന്റെ തേജസ് Attracts people. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. These days the same glory that came upon Pastor Jimmy Kuriakose can come upon you. അവൻ ജിമ്മി കുര്യാക്കോസിന്റെ മേലിൽ വന്ന ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേലും ഈ ദിവസങ്ങളിൽ കടന്നു വരും. ചുളുക്കമുള്ള വാടി ചുളുക്കമുള്ള മുഖത്തിന്മേൽ ദൈവത്തിന്റെ തേജസ് നിറങ്ങട്ടെ. The glory of God will come and shine your face with the wrinkles. They see the smile on your face. അവരുടെ മുഖത്തെ ചിരി. People will come to you. Why are you so happy? ജനം നമ്മിലേക്ക് കടന്നു വരും. ചിലരെ കണ്ടിട്ടില്ല, ആരാധിക്കുമ്പോൾ 150 വിഷയമുണ്ടായിരിക്കാം, പക്ഷെ ആരാധിക്കുമ്പോൾ മുഖത്തൊരു പ്രസന്നത, സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നത്. മുൾപാതയിൽ കൂടെ നടക്കുന്നത്, കല്ലേറിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്, പക്ഷെ ആരാധിക്കുമ്പോൾ മുഖത്തൊരു വലിയ ശോഭ, ഒരു സന്തോഷമുള്ളിൽ. പാടിക്കരിഞ്ഞിങ്ങനെ ഇരിക്കുകയല്ല, കരമുയർത്തി സന്തോഷത്തോടെ അവരെ ആരാധിക്കുകയാണ്. Praise the Lord. Hallelujah. Amen. Praise God. നമ്മുടെ ആരാധനയ്ക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. Our worship service must be unique. കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാകണം. Our visions must change. These days understand that you are a missionary. ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുക, ദൈവം നമ്മെ മിഷണറിമാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. Hallelujah. Read one scripture and I will close in 5 minutes. ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ 15:16. You did not choose me. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, I chose you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. And appointed you. ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് You would go and bear fruit. അവൻ നിങ്ങൾ പോയി ഫലം കായ്ക്കണം എന്നുള്ളതാണ്. And that your fruit would remain. അവൻ നിങ്ങളുടെ ഫലം
സ്ഥിരമായിരിക്കുവാനും And whatever you ask my Father in my name, എന്റെ നാമത്തിൽ നിങ്ങൾ എന്താ എന്റെ പിതാവിനോട് യാചിച്ചാലും he may give it to you. അവൻ അത് നിങ്ങൾക്ക് തരും. Hallelujah. ആമേൻ. Jesus is talking to his disciples. യേശു തന്റെ ശിഷ്യന്മാരോടാണ് He said, സംസാരിക്കുന്നത്. you did not choose me. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, I chose you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. I don't choose you to just sit there. ആമേൻ. അവിടെ നിശ്ചലരായി ഇരിക്കുവാനല്ല, I am giving you a mission. ഞാൻ നിങ്ങൾക്കൊരു ദൗത്യം നൽകുകയാണ്. To fulfill that mission, ആ ദൗത്യം നിറവേറ്റുവാൻ I am appointing you, ഞാൻ നിങ്ങളെ നിയമിക്കുകയാണ്. which means I ordain you. ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നെ അയക്കുകയാണ്. Pastor, എനിക്ക് ഒരു ചർച്ചിന്റെ ഓർഡിനേഷൻ ഇല്ല. Pastor, I don't have an ordination from any church. IPSCയുടെയും ഇല്ല, AGയുടെയും ഇല്ല, ഷാരോന്റെ ഇല്ല, ന്യൂ ഇന്ത്യയുടെയും ഇല്ല. No ordination from any Pentecostal denomination. വർഷങ്ങളായി ഓർഡിനേഷൻ വേണ്ടി കാത്തിരിക്കുക. I am waiting for an ordination for so many years. ഓർഡിനേഷൻ കിട്ടാതെ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങത്തുമില്ല. I will not go for any ministry without getting an ordination. യോഹന്നാൻ 15:16 ഒന്ന് വായിക്കുക, വീട്ടിൽ പോയി ധ്യാനിക്കുക. Read the Gospel of John chapter 15 verse 16 and meditate when you go home. ആ വചനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചു കൊടുക്കുക. I mean, surrender our life in front of that verses that Jesus is saying, you did not choose me, but I chose you. യേശു പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, And I am placing a call upon you, and therefore I am ordaining you. അവൻ ഞാൻ നിങ്ങളുടെ മേൽ ഒരു വിളിയും ഒരു അധികാരവും നൽകുകയാണ്. And I am sending you, go. ഞാൻ നിങ്ങളെ അയക്കുകയാണ്, പോവുക. Go and bear fruit for me. എനിക്ക് വേണ്ടി ഫലം കായ്ക്കാം. Not for the church or somebody else. അവൻ സഭയ്ക്കോ മറ്റാർക്കെങ്കിലോ അല്ല. No church is sending you, I am sending you. സഭയല്ല അയക്കുന്നത്, ഞാനാണ് നിന്നെ അയക്കുന്നത്. No organization is ordaining you, I am ordaining you. ഒരു സംഘടനയുമല്ല നിന്നെ അതിനു വേണ്ടി ആക്കിയത്, ഞാനാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. Don't receive my ordination and sit there in the comfort of your home or your church. Step out into your mission field. അവൻ എന്റെ ഈ ദൗത്യം നിന്നെ ഈ ഏറ്റെടുത്തതിന് ശേഷം വീട്ടിലിരുന്ന് സുഖിക്കാനല്ല, ഈ ദൗത്യവുമായി പുറത്തേക്ക് പോകാനാണ്. Go and bear fruit for me. ആ പോയി നിങ്ങൾ എനിക്ക് വേണ്ടി ഫലം കായ്ക്കണം. When you go out to start bearing fruit, അവൻ നിങ്ങൾ പോയി ഫലം കായ്ക്കുമ്പോൾ you will face opposition in your life. അവൻ നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ ഉണ്ടാകും. You will face rejection in your life. നമ്മുടെ ജീവിതത്തിൽ തള്ളലുകൾ ഉണ്ടാകും. You will be so much disappointed. അവൻ വളരെ നിരാശപ്പെടും. The wolves are not going to come from outside. അവൻ ചെന്നായ്ക്കൾ പുറത്തുനിന്നല്ല വരുന്നത്. The wolves are going to come from inside the spiritual world. അവൻ ഈ ആത്മീയ മണ്ഡലത്തിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത്. Don't be discouraged. അവൻ നിരാശപ്പെടരുത്. Don't be disappointed. നിരുത്സാഹപ്പെടരുത്. Sometimes you be disappointed, discouraged. അവൻ ചിലപ്പോഴൊക്കെ നാം അങ്ങനെ ആയിരിക്കാം. You start bearing some fruit, അവൻ ചില ഫലങ്ങൾ കായ്ക്കുമ്പോൾ and then you get discouraged and you give up. അവൻ നാം നിരാശാകപ്പെട്ട പുറകോട്ട് തിരിയാം. But don't come back. എന്നാൽ പുറകോട്ട് പോകരുത്. Jesus is saying, യേശു പറയുന്നു, go bear fruit. അവൻ പോയി ഫലം കായ്ക്കുക. Listen very carefully to what he says next. അവൻ യേശു അടുത്ത പറയുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മത വേണം. Fruit that remain. അവൻ ആ ഫലം എന്നും നിലനിൽക്കും. Fruit that remain അവൻ ഫലം നിലനിൽക്കേണ്ടതിന്, for all of eternity. അവൻ നിത്യതയോളം നിലനിൽക്കേണ്ടതിന്, Whatever you do with the right motive, നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതെന്തും, whatever you do with a godly motive, അവൻ ദൈവികമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെ നാം ചെയ്യുന്നതെന്തും, you will reap the fruits of that labor for all of eternity. അവൻ ആ അധ്വാനത്തിന്റെ ഫലം നമ്മൾ നിത്യതയോളം അനുഭവിക്കാൻ കഴിയും. So many people are doing so many things for the Lord, അവൻ കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യും. doing with the wrong motive, എന്നാൽ അതിന്റെ ഉദ്ദേശശുദ്ധി to ഇല്ലാത്തതാണ്. please the flesh and to please people. അവൻ ജഡത്തെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുവാനാണ്. All that will be purified in the fire of the great judge. അവൻ ആ ന്യായവിധി ദിവസത്തിൽ ന്യായാധിപൻ അത് വലിയ തീയിൽ അതിനെ ഊതിക്കഴിക്കുന്നതാണ്. Make sure your fruit remains. നമ്മുടെ ഫലം നിലനിൽക്കണമെന്ന് നാം As it pass every test that the Lord gives, അവൻ ദൈവം തരുന്ന എല്ലാ പരീക്ഷകളിലും നാം വിജയാളികളാകുക. it has to pass to the filter of fire. അവൻ തീയിൽ ഊതിക്കഴിക്കുമ്പോൾ അത് നല്ലതായി ഫലം തിരഞ്ഞെടുത്തു വരണം. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ When we stand before the judgment seat, സന്തോഷത്തോടെ നിൽക്കണം. I mean, we must stand there, remain there with the great joy. And God says your fruit has remained. അവൻ നിന്റെ ഫലം നിലനിൽക്കേണ്ടതിനും, It has passed the test of fire. അവൻ ആ തീയിൽ ഊതിക്കഴിച്ച അതിനെ നല്ല ഫലമായി നിലനിൽക്കുക. ശുശ്രൂഷയിൽ മാനിപ്പുലേറ്റ് ചെയ്ത്, There must be no manipulation at all in the ministry. ജഡീക കാര്യങ്ങൾ ചെയ്ത്, I mean, don't do any carnal things in the ministry. സഭയെ ഉണ്ടാക്കി സഭ വളർത്തി, I mean, planted a church and helped to grow the church. പല സ്ഥാനങ്ങളും നേടി. I mean, got so many positions. ഇതിലൊന്നും ഫ്രൂട്ട് റിമെയിൻ ചെയ്യത്തില്ല സഹോദര. There will be no eternal fruit for all these things. ദൈവത്തെ ദുഃഖിപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യം ലാസ്റ്റ് ചെയ്യത്തില്ല. Anything that grieves the heart of God,
that will not remain forever. It will fail the test of fire. അവൻ തീയിൽ ഊതി കഴിക്കുമ്പോൾ അത് തകർന്ന് തരിപ്പണമാകും. Whatever you do with a godly motive, അവൻ ദൈവികമായ ഉദ്ദേശത്തോടുകൂടെ എന്ത് ചെയ്യുന്നുവോ, for the glory of King Jesus and for to extend his kingdom, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്യുന്നുവോ, fulfilling the call that God placed upon your life, നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന വലിയ വിളിയും തെരഞ്ഞെടുപ്പും നാം അത് you പൂർത്തീകരിക്കുമ്പോൾ will pass the test of fire. അവൻ തീയിൽ ഊതിക്കഴിക്കുന്ന വലിയ ശോധനകളെ നാം ജയിച്ചെടുക്കും. And when you stand before the throne room of God, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ, when you stand before the throne of God, ദൈവ സിംഹാസനത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ you will hear the word of Jesus Christ. യേശുവിന്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കും. Well done, good and faithful servant. വിശ്വസ്തനായ ദാസനെ എന്ന് നാം കേൾക്കും. Come and share in the master's happiness. അവൻ യജമാനന്റെ അധികാരത്തിലേക്ക് കടന്നു വരിക എന്ന് പറയും. Because I have tested your works. ഞാൻ നിന്റെ വാക്കുകളെ ശോധന ചെയ്തു. I have tested your words. അവൻ നിന്റെ വാക്കുകളെ ഞാൻ ശ്രദ്ധിച്ചു. I have tested your motives. നിന്റെ ലക്ഷ്യങ്ങളെ ഞാൻ നോക്കി. And you've come out clean. നീ എല്ലാം നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്നു. Therefore these rewards are for you. ഈ പ്രതിഫലമെല്ലാം നിനക്ക് വേണ്ടിയുള്ളത്. Well done, I appreciate you. അവൻ നന്നായി ചെയ്തു, ഞാൻ നിന്നെ അനുമോദിക്കുന്നു. For representing me well on earth. അവൻ നീ എന്നെ ഈ ഭൂമിയിൽ എന്നെ നന്നായി പ്രതിനിധീകരിച്ച് എന്റെ വേല ചെയ്തതുകൊണ്ട്. But there will be so many people that day ആ ദിവസം അനേക ആളുകൾ saying, Lord, we did so much for you. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു. We drove out demons in your name. അവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. We healed the sick in your name. അവൻ രോഗികളെ നിന്റെ നാമത്തിൽ We did സൗഖ്യമാക്കി. so much for you. ഞാൻ നിനക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു. But on that day Jesus will tell them, അവൻ എന്നാൽ ആ ദിവസം യേശു അവരോട് പറയുന്നത്, get away from me. എന്നിൽ നിന്ന് പുറത്തു പോകുക. I don't know you. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. Hallelujah. ആമേൻ. Let there be a smile on your face when you stand before the judgment seat of Christ. യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുഖത്ത് നല്ല പുഞ്ചിരിയുള്ളവരായിട്ടാണോ നിൽക്കുന്നത്? You may lose many positions. അനേക സ്ഥാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് You നഷ്ടപ്പെട്ടേക്കാം. may lose many opportunities. അനേക അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. That's okay. എന്നാൽ അത് സാരമില്ല. സഭയിലൊക്കെ ആത്മീയ കോടതിയിൽ ജഡികന്മാരല്ലേ കളി കളിക്കുന്നത്. In the church, it is the carnal people who are playing politics, ആത്മീയർ മൗനമായിരിക്കുക. and the spiritual people are keeping quiet. ജഡികന്മാരാ കളി കളിക്കുന്നത്. It is the carnal people and fleshly people are playing in the church, ഇതിലെല്ലാം ഒരു അവസാനം വരും. and there will be an end for this play. 40-50 വർഷം ശുശ്രൂഷയിലായിട്ടൊന്നും ഒരു കാര്യമില്ല. It doesn't matter if you are in the ministry for 40 or 50 years. ആൾക്കാരെ കളിപ്പിച്ചും ദൈവത്തെ കളിപ്പിച്ച് നടക്കുവാണെങ്കിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. If you are fooling people and fooling God, and whatever you do in the ministry, it doesn't matter and it is nothing for God. പ്രസ്ഥാനത്തിൽ എത്ര വലിയ അച്ചാച്ചനായാലും, How senior you are in the organization, എത്ര വലിയ ചർച്ചിലെ പാസ്റ്റർ ആയാലും, how great a pastor you are in the church, നീണ്ട ഇത്രയും വർഷം ശുശ്രൂഷ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മിനിസ്ട്രി എനിക്കുണ്ട്, അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. it doesn't matter if you say and claim that I have so many years of ministry experience in the church. It is nothing before God. ആൾക്കാരെ കളിപ്പിച്ചുണ്ടാക്കിയതൊക്കെയും തീയിൽ ശോധനയിൽ കൂടെ കടത്തിവിടും കർത്താവ്. And everything that is made unlawfully, gained unlawfully, that will go through the test of fire in the judgment Make day. sure you have a smile on your face on that great day. ആ വലിയ ദിവസത്തിൽ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകുമോ? ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ആ ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി. Today we see each other, we have a smile in our face. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും ആ പുഞ്ചിരി ഉണ്ടാകണം. When we stand before the judgment seat, we must have the same smile in our face. തീയിൽ കൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ, And when we pass through that fire, make sure you pass the test. Amen, ആ പരീക്ഷ നാം പാസ്സായി. All that you did for the Lord Jesus Christ, കർത്താവിന് വേണ്ടി ചെയ്തതെല്ലാം, make sure you pass the test of fire. ആമേൻ, തീയിൽ ഊതിക്കഴിച്ച് അത് ജയിച്ചു എന്ന് നാം ഉറപ്പുവരുത്തണം. And if it is done with a godly motive, ഇത് ദൈവികമായ സദുദ്ദേശത്തോടുകൂടെ ചെയ്തെങ്കിൽ, for the glory of the triune God, ത്രിയേക ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്തെങ്കിൽ, തല ഉയർത്തി you will be able to stand before the Lord. Amen, we can rise up our head and stand so strong before the Lord. You will have a smile on your face.
face. നമ്മുടെ മുഖത്ത് നല്ല പുഞ്ചിരി ഉണ്ടാകും. When you hear the Lord Jesus saying, "Well done, good and faithful servant." നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ നന്നായി ചെയ്തു, പ്രവർത്തിച്ചു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ He is going to say, "Come to me. അവൻ പറയും, എന്റെ അടുക്കലേക്ക് വരിക, Come and share my joy. എന്റെ സന്തോഷത്തിൽ പങ്കാളിയാകുക. Come and share what I've prepared for you." ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നിക്ഷേപങ്ങളിലേക്ക് നീ ആനന്ദിക്കുക. When no man, when no Satan can steal it. ആമേൻ. ഒരു മനുഷ്യനും ഒരു പിശാചിനും ആ സന്തോഷം മോഷ്ടിക്കുവാൻ Whatever സാധ്യമല്ല. price you had to pay for me on earth, ആമേൻ. എനിക്ക് വേണ്ടി നീ കൊടുക്കേണ്ടി വന്ന വലിയ വില, receive the rewards for all of eternity. ആമേൻ. നിത്യതയോളം നിലനിൽക്കുന്ന നിന്റെ വലിയ പ്രതിഫലം കാണുക. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഓർത്ത് നോക്കി. Amen. How great is the joy when we hear these words from the mouth of Jesus. ഒന്ന് ധ്യാനിച്ചേ, അതൊന്ന് ധ്യാനിച്ചേ. Can we meditate on this? ചിലർ ദുഃഖിതരായി മാറും. Some people will be grieved and sad and worried, അത് നമ്മൾ കാണാൻ പോകുകയാണ് അവിടെ. and that we are going to see in that before that judgment seat. അക്കരെ നാട്ടിൽ നാം അത് കാണാൻ പോകുക. Amen. We are going to see that in the heavens, അക്കരെ നാട്ടിൽ അത് കേൾക്കാൻ പോകുകയാണ്. and we are going to hear that in the other shore. ഇന്നിവിടെ ചിരിച്ച അനേകരോട് ദുഃഖിച്ചു നിൽക്കും. So many people who are laughing here and smiling here will be so grieved in that place. ഇവിടെ ദുഃഖിച്ച അനേകരോട് സന്തോഷിക്കും. Those who are undergoing suffering and persecution, they will be rejoicing there. Emmanuel Assembly of God, be very careful with your life. Amen. നമ്മുടെ ജീവിതവുമായി ഇമ്മാനുവേൽ അസംബ്ലി ഓഫ് ഗോഡ് സൂക്ഷ്മതയുള്ളവരാകുക. Live in fear these days. Amen. ദൈവ ഭയത്തിൽ ഈ We ദിവസങ്ങളിലായിരിക്കുക. don't know when the trumpet is God is going to sound. കാഹളം ധ്വനിക്കുന്ന എന്നാണെന്ന് എപ്പോഴാണെന്ന് നാം അറിയുന്നില്ല. Live with eternity in mind. ആമേൻ. എപ്പോഴും ഈ നിത്യതയുടെ പ്രത്യാശ നമ്മുടെ ഉള്ളങ്ങളെ There is ഭരിക്കട്ടെ. a judgment seat of Christ where believers will have to stand the bema judgment of God. ആമേൻ. ദൈവത്തിന്റെ ന്യായവിധിക്കായി ഒരു ദിവസം കർത്താവിന്റെ ന്യായാസനത്തിൽ നാം നിൽക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കട്ടെ ഉള്ളങ്ങളിൽ. As your pastor, I just want to request you this. പാസ്റ്ററെ, എനിക്ക് ഇതാണ് നിന്നോട് അപേക്ഷിക്കുവാനുള്ളത്. As your pastor, I just want to tell you this. നിങ്ങളുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്. When you stand before the judgment seat of Christ, കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ make sure you stand there with confidence. അവൻ വലിയ ഉറപ്പും നിശ്ചയമുള്ളവരായി യേശുവിന്റെ മുമ്പിൽ നിൽക്കണം. Make sure you stand there with joy in your heart. ഹൃദയത്തിൽ സന്തോഷമുള്ളവരായി അവിടെ നിൽക്കാൻ ഇടയാകണം. Let Christ Jesus rejoice over you. അവൻ കർത്താവായ യേശുക്രിസ്തു നമ്മളെ കുറിച്ച് ആനന്ദപൂരിതമാകട്ടെ. When you see me there, I want you to be happy. അവൻ നാം അവിടെ കാണുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ള മുഖങ്ങളോട് നിൽക്കുവാൻ ആഗ്രഹിക്കുക. When you see me there, I want you to be happy. അവൻ ഞാൻ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ളവരായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When I see you there, I want to be happy when I see you. അവൻ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാനും സന്തോഷമുള്ളവനാകുവാൻ ആഗ്രഹിക്കുന്നു. Make sure we stand with confidence and with joy. അവൻ സന്തോഷത്തോടും ഉറപ്പോടും കൂടെ അവിടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. So it is my humble cry and request. അവൻ എന്റെ ഏറ്റവും എളിമയുള്ള നിങ്ങളോടുള്ള നിലവിളി ഇതാണ്. Understand that you are not just a member of this church. You are a minister. You are a missionary. God has planted you here. ഈ സഭയുടെ വെറും ഒരു അംഗമായി ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത ഒരു വ്യക്തിയല്ല, ഒരു അംഗമല്ല നിങ്ങൾ. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ശുശ്രൂഷകരാണ്. Ministry is not just for those standing here. പ്രസംഗപീഠത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ശുശ്രൂഷ. All of you are called by the Lord. നമ്മെ എല്ലാവരെയും കർത്താവ് വിളിച്ചതാണ്. There is an individual racetrack before you. അവന് നമ്മുടെ മുമ്പിൽ ഓരോരുത്തർക്കും ഒരു ഓട്ടക്കളമുണ്ട്. I say this because I may not be alive next Sunday to preach on this pulpit. ഞാനിത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു പക്ഷേ അടുത്ത ഞായറാഴ്ച ഈ പ്രസംഗപീഠത്തിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞാൻ കണ്ടെന്ന് വരില്ല. But today, as your pastor, I must tell you this. എന്നാൽ ഇന്ന് നിങ്ങളുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഇത് നിങ്ങളോട് പറയണം. Don't be happy and satisfied sitting in these four walls, in the comfort of these four walls. ഈ സാങ്ച്വറിയിൽ മാത്രം ഇരുന്ന് സന്തോഷത്താൽ തൃപ്തി അടയുന്നവരാകരുത്. As you go back, നാം തിരിച്ചു പോകുമ്പോൾ understand that you are placed or planted in a mission field. മനസ്സിലാക്കുക, കർത്താവിന്റെ വയൽ പ്രദേശത്ത് ദൈവം നമ്മെ നട്ടിരിക്കുന്നുവെന്ന്. Teach your children this. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുക. Teach your spouses. നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ പഠിപ്പിക്കുക. And continuously remind them of this. അവൻ തുടർമാനമായി അവരെ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. Let's all stand up in the presence of the Lord. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. As this worship is going to continue, ആരാധന തുടരുമ്പോൾ I want you to partner with the Lord. കർത്താവുമായി ഈ ചിന്തകളാൽ കടന്നു വരണമേ. Don't be discouraged.
നിരാശപ്പെടരുത്, Don't be disappointed. നിരാശപ്പെടരുത്. God has not abandoned you. ദൈവം നമ്മെ ഇന്നുവരെ ഉപേക്ഷിച്ചിട്ടില്ല. He still loves you. അവൻ യേശു ഇന്നും നമ്മെ He സ്നേഹിക്കുന്നു. still cares for you. നമുക്ക് വേണ്ടി അവൻ He കരുതുന്നവനാണ്. wants to use you. അവന് യേശുവിനെ നമ്മെ ഉപയോഗിക്കുവാൻ He ഉദ്ദേശമുണ്ട്. wants you to do it the right way. അവൻ ശരിയായ മാർഗത്തിൽ കർത്താവിനെ നമ്മെ ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട്. Serve Him in the right way, in a godly way. അവൻ ദൈവികമായ വഴിയിൽ, ശരിയായ വഴിയിൽ കർത്താവിനെ സേവിക്കുക. Understand that God has planted you in a mission field. മനസ്സിലാക്കുക, കർത്താവ് നമ്മെ തന്റെ സുവിശേഷ വയൽപ്രദേശത്ത് നട്ടിരിക്കുന്നു. Use your mind, body, spirit for the glory of God. ദൈവമഹത്വത്തിനായി നമ്മുടെ ശരീരവും ദേഹവും ദേഹിയും ആത്മാവും ഉപയോഗിക്കുക. Read the lyrics of the song. ആമേൻ. ഈ പാട്ടിന്റെ വരികൾ പാടുക. Meditate upon the lyrics of the song. ഈ പാട്ടിന്റെ വരികൾ നാം ധ്യാനിക്കുക. And as the Holy Spirit ministers to you, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ surrender your life to the Lord. ആമേൻ. കർത്താവിങ്കിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. Surrender your life to the great missionary, Jesus Christ. ആമേൻ. വലിയ മിഷൻ ദൗത്യത്തിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. Surrender your life to Him. ആമേൻ. നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. We don't know the opportunities God is going to give us this week. ആമേൻ. ഈ ആഴ്ചയിൽ ദൈവം തരുന്ന അവസരങ്ങൾ എന്താണെന്ന് നാം അറിയുന്നില്ല. But tell the Lord, Lord, use me for Thy glory. ആമേൻ. കർത്താവേ, ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ മഹത്വത്തിനായി, നാമമഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ. I want to be an effective witness for you, Jesus. ആമേൻ. യേശുവേ, അവിടുത്തെ ഒരു നല്ല സാക്ഷ്യം, അവിടുത്തേക്ക് ഒരു നല്ല സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. Lord, I surrender my life to you. യേശുവേ, എന്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാനിതാ സമർപ്പിക്കുന്നു. In Jesus' name, amen. യേശുവിൻ നാമത്തിൽ തന്നെ. Open the eyes of my heart. I want to see you. I want to see you. And open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see
Jesus, you are the love of our life. We thank you, Father, for this wonderful time you've given us. Precious Lord, we love you. You gave everything for us on the cross of Calvary. And this Sunday morning, once again, we rededicate our lives to you. I admit I have sinned. Yes, I admit. Number 2, I confess it. In repentance, I turn back and said, no, I don't want to do this anymore. I want to be clean. I want to be holy. I want to be set apart for you. I want to be set apart to fulfill your mission, oh God. And therefore, I confess my sins to you. I want to take part in this table in a worthy manner, with a clean conscience before God and before man. The Holy Spirit is bringing somebody's name to your mind, or if you're seeing a face come up as you pray, maybe God wants you to reconcile with that person, make peace with that person, forgive that person, and then ask God for forgiveness. Ask Him to wash you and cleanse you. Hallelujah. Who can partake in this table? Those who are born again, those who are water baptized, those who have confessed their sins before the Lord, those who are living with a clean conscience before God and man. You are worthy to partake in this table. Nobody makes you worthy, and nothing makes you worthy. We ourselves are not worthy to partake in this table because we still live in the flesh. We have an earthly nature. But thank God for the blood of Jesus Christ that still has the power to wash us and cleanse our sins. When we ask God for forgiveness of the words and thoughts and deeds that we did to hurt God, and when we say, Jesus, I admit and repent and confess those sins, now please wash me with your holy blood. He washes you, He cleanses you, He forgives and forgets that sin. Hallelujah. I pray that each one of us would be washed in the precious blood of Jesus Christ. I will give you a minute. Hallelujah. I will give you, please don't look at me. Everybody close your eyes. This is your time with you and your Lord. This is an intimate time. This is your time with the Lord. I'll give you a minute. Please confess any sins to the Lord. Hallelujah. If God is reminding you of a person, tell the Lord, Lord, today after the service is over, I will go home, I will call that person, or I will meet that person today or this week, and I will ask for forgiveness. Hallelujah. I'll give you a minute. Please talk to the Lord. At this time, pastors, can you please come forward? ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവസ്ഥത്തിൽ നമ്മൾ ഇരിക്കുന്നത് ആരോടെങ്കിലും എന്തുവേലും കയ്പോ എന്തുവേലും വിദ്വേഷം ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ, അത് ശരിയാ, നമ്മുടെ കുറവ് നമ്മളൊന്നും ചെയ്തതല്ലായിരിക്കാം, ആ വ്യക്തി എന്തെങ്കിലും പറഞ്ഞതോ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. പക്ഷെ ഇന്നും ആ വ്യക്തിയോട്, ആ കുടുംബത്തോട്, ആ ഒരു സഭയോടായിരിക്കാം, നാട്ടിലുള്ളവരായിരിക്കാം, ഇവിടെ ഉള്ളവരായിരിക്കാം, ലോകത്തിന്റെ എവിടെയുമായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ആ വ്യക്തി ഇന്ന് ഈ ഭൂമിയിലില്ലായിരിക്കാം. പക്ഷെ ഇന്നും ആ വ്യക്തി ചെയ്ത കാര്യം ഓർത്ത് ഇന്നും മനസ്സിൽ ആ വിദ്വേഷം വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്താട്ടത് യേശുവിനോട് പറഞ്ഞാട്ട്,
ആ വിഷയം എന്ത് പറഞ്ഞാലും അത് കർത്താവിനോട് നീ ഏറ്റു പറഞ്ഞാട്ടെ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കരുത്. കയ്പിന്റെ വേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ട് യേശു കർത്താവേ, ആ കയ്പിന്റെ വേരിന്റെ ഹൃദയത്തിൽ നിന്ന് പിഴുതെടുത്താട്ടപ്പോ ഞാൻ ആ വ്യക്തിയെ ക്ഷമിക്കുന്നു. അതിനുശേഷം ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ചാട്ടപ്പോ. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ലോ കർത്താവെ അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ആത്മീയമായി ശോഭിക്കുവാനൊക്കെയും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും നടക്കുന്നില്ല, സാധിക്കുന്നില്ല. മനസ്സിലേറ്റ മുറിവുകൾ, ഞാൻ ചുമക്കുന്ന ഭാരം, എന്റെ ഹൃദയത്തിലെ വേദന, ആ വിദ്വേഷം, ആ പക, അതെല്ലാം ഇറക്കി വെച്ചാട്ട് ചുവട് താങ്ങിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആണിപ്പഴുതുള്ള ക്രിസ്തുവിന്റെ കരത്തിലേക്ക് ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചാട്ട് കൊടുത്താട്ടെ ഭാരം. എന്നിട്ട് അവന്റെ സമാധാനം ഒന്ന് സ്വീകരിച്ചാട്ടെ. കൊടുത്താട്ട വേദന, ആ കയ്പിന്റെ വേരുകൾ അവൻ പിഴുതെടുത്താട്ടെ. ഇന്ന് ഇവിടെ ഒരു പക്ഷേ അടുത്ത മാസം ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടില്ല വരുമോ? ഇന്ന് ഇവിടെ വെച്ച് നിരപ്പ് പ്രാപിക്കാം. ദൈവത്തോട് പറഞ്ഞാട്ടെ, ആ കയ്പിന്റെ വേര് സ്വന്തം ഭർത്താവിനോടുള്ള എന്തൊരു വിഷയമായിരിക്കാം, മക്കളോടുള്ളതായിരിക്കാം, ഡാഡി മമ്മിയോടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കാം, പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ ഇൻലോസ്, നമ്മുടെ ഫ്രണ്ട്സ്, കോവർക്കേഴ്സ്, ചർച്ച് മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ്. We don't know. ഇന്നൊരു അവസരം തന്നിരിക്കുകയാണ് നിരപ്പ് പ്രാപിക്കുന്നത്. ഇന്നൊരു അവസരം കർത്താവ് തന്നിരിക്കുന്നു. കർത്താവ് നാളത്തേക്ക് ഇത് നീട്ടുന്നില്ല. നോ, ഇപ്പോൾ തന്നെ ഞാൻ ഏറ്റു പറയുന്നു. ആ ഭാരം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ രക്തത്താലിനെ കഴുകി ശുദ്ധീകരിച്ചാട്ട് ഒരു വൃത്തിയായിട്ട്, അയോഗ്യമായിട്ടല്ല, യോഗ്യമായ രീതിയിൽ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകാമെന്ന്. നാളെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. യോഗ്യമാവണ്ണം ഈ മേശയിലേക്ക് നമുക്ക് കരനീട്ടാം. കർത്താവിദാസൻ ഞങ്ങളുടെ കർത്താവും നല്ല ദൈവവുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സ്വർഗീയ പിതാവിൻ്റെ മക്കളായി കർത്താവെ ഈ മേശയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിപ്പാനിടയാക്കുന്നല്ലോ. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ രക്തത്തെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഒന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് കുഞ്ഞാട് നിർദോഷവും നിഷ്കളങ്കമായ പുണ്യാരക്തം ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഞങ്ങളുടെ പാപം പോക്കി ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്ത് നിത്യതയ്ക്ക് മുതൽ കൂട്ടാക്കിയ ദൈവത്തിന്റെ കൃപയോർത്ത് ആ കൂട്ടായ്മയുടെ മാധുര്യത്തിൽ ആ ദൈവിക സ്നേഹത്താൽ നിറഞ്ഞവരായി ഞങ്ങൾ ഈ മേശയിലേക്ക് പങ്കാളികളാകട്ടെ. മാനുമോഹത്തോടത്തേക്ക് തന്നെ ഇരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ദൈവം നൽകുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഈ പാനപാത്രത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ നിന്നൊഴുകിയ അവിടുത്തെ അവസാന തുള്ളി രക്തം വരെയും ഞങ്ങളുടെ പാപത്തിനും ഞങ്ങളുടെ രോഗത്തിനും വേണ്ടി കാൽവരിയിൽ അങ്ങ് ഒഴിച്ചല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം ആ രക്തത്തിന്റെ ഓർമ്മയായി ഞങ്ങൾ ഇതിൽ നിന്ന് ഭാഗവാക്കുകളാകുമ്പോൾ സർവശക്ത അവിടുന്ന് ഞങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ, ഞങ്ങൾ രോഗസൗഖ്യം പ്രാപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, ഞങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.
pastors have prayed and blessed the bread and the wine. They're going to come to you and they're going to serve you as you partake in this. Hallelujah. As you hold these cups in your hands, I want you to be in an attitude of prayer. As the worship is going to start, hallelujah. As Brother Tom is going to lead us in worship, understand the lyrics of the song. Please talk to Jesus. Don't be distracted at this time. Hallelujah. Pray, pray, pray. Oh, praise the name of the Lord our God. Oh, praise His name forevermore. For endless days we will sing your praise, O Lord, O Lord our God. Oh, praise the name of the Lord our God. Oh, praise His name forevermore. For endless days we will sing your praise, O Lord. I cast my mind to Calvary, where Jesus bled and died for me. I see His wounds, His hands, His feet, my Savior on that cursed tree. His body bound and drenched in tears, they laid Him down in Joseph's tomb. The entrance sealed by heavy stone, Messiah stood and all below. Come on, Jack, sing together. Oh, praise the name. Oh, praise the name of the Lord our God. Oh, praise His name forever. We praise you, our Lord. Our eternal King, we worship you, we adore you. On the night that you were betrayed, you took the bread, Lord. You took it in your hand, you blessed it, and you broke it. And you told your disciples to take it, to eat from this, to do this in your remembrance. This Sunday morning, we have broken this. We are reminded of your love. We are reminded of your sufferings. Thank you for dying for us. We are reminded of how the body was crushed and broken for each one of us. Church, understanding the sufferings that Jesus Christ had to endure for each one of us and for the whole world. Let's partake in this broken bread. And after supper, Jesus took a cup in His hands. He spoke about this new covenant. New covenant that is established the life, the blood, and the death of Jesus Christ. His body was broken and His blood was shed for each one of us and for the whole world. The redemptive price is paid. That price was His precious, holy sin.
He has bought us to be His own. We are the bride of Jesus Christ. We are His possession, His special people, and He has chosen us. Remember, we don't have to pay anything for our salvation. We just have to respond by faith. Salvation is free. It is not by works that we are saved. It is because of His finished work on the cross. But understand and rejoice while your hearts break. Understand that it wasn't free for Jesus. It was very costly. He had to pay a price by becoming a human being. Nobody would dare to point a finger at Jesus in heaven. But He willingly, voluntarily took the form of a human being, lived on earth. Nobody would reject Him in heaven. But He was rejected here on earth. They called Him a blasphemer. They questioned Him, His ministry, His authority. Nobody would question Him in heaven, but He was questioned on earth because He came down for us. Nobody would beat Him in heaven, but they removed His robes. They beat Him. They rejected Him. Nobody would nail Him in heaven, but He was nailed to the cross and hung on the cross. And He lay there in agony, thinking about us. He suffered in silence and shed His blood for us. Church, understanding the sufferings that Jesus Christ had to endure for each one of us, for all of mankind, let's partake in this cup together. Pastors are going to come and collect the cups for you. At this time, would you please stand up for a moment? Please look at the person standing in front of you, behind you, and greet them. And just say a word of blessing over their lives. പുറകിൽ നിൽക്കുക ആരും മൗനമായി നിൽക്കല്ല സന്തോഷത്തോടെ കരം കൊടുക്കണമെങ്കിൽ if you are comfortable കരം കൊടുക്കണം ഇല്ലെങ്കിൽ if you are not comfortable just look at them, smile, say a blessing over them, encourage them. Thank you. Thank you. Thank you. Amen. Michael. Church, I want you to see this. There are unopened cups here. So many cups remaining. Which once again reminds us the mission of the church. We must not be satisfied sitting in the comfort of this church building. We must go. Each one of you is a missionary, and I love you as your pastor. I love you all. You all are important to Jesus and important to our church, our family, and to me. But I want to tell you and remind you, each one of you, you are called to be a missionary. Let nobody deceive you. I'm telling you, don't waste your life. Please, don't waste your time. You're called to be a missionary. You are heaven's ambassadors. You are heaven's missionaries. Don't take your life for granted.
Whatever talent God has given you, whatever time God has given you, whatever information you have, whatever knowledge you have of the Bible, use it for the glory of God. Go be a blessing for the kingdom of God. Go win souls for the Lord. Even if you don't win souls, share the gospel of Jesus. Encourage somebody this week. Call somebody. Tell them that you love them. Tell them that you have forgiven them. Set somebody free this week. Share this love of Jesus to others. Our King is going to come soon. Our bridegroom is going to come soon to receive us, the bride. And he will come and he will gather us. And we will be with him. And we will partake in the marriage supper of the bridegroom. Hallelujah. Amen. Praise the Hallelujah. Lord. I Praise want the you to Lord. go back home with peace and joy. Hallelujah. When the Lord looks at us, I want him to rejoice. Amen. This boy, this girl, this young child, this family, this church, Emmanuel Assembly of God, is bearing fruit for me. When the Lord sees that, he rejoices over you. May he rejoice over you. May he rejoice over your ministry. May he rejoice over your family. May he rejoice over this church. Let us close eyes. Amen. Father, we thank you for this wonderful time, Lord. Thank you for allowing us to be together. May the love of the Father, the grace of Jesus Christ, and the sweet and the fellowship of the Holy Spirit be with us now and forever. And God's people say, Amen. God bless you. You may take your seats. We have a few announcements. Shaman Kutichan is going to come forward, and he has a